على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين أما بعد فأوصيكم وإياي بتقوى الله رب العالمين. نويت الاعتكاف في هذا المسجد لله تعالى എന്ന നിയത്തോടുകൂടെ അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇൽമിൻ്റെ മജ്ലിസിലുള്ള ഈ ഒത്തുകൂടൽ ജല്ല ജലാലുവായ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമലായി നമ്മുടെ മക്കളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബി ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു ജനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ സ്വീകരിക്കേണ്ട മര്യാദകൾ. മനുഷ്യർ സാമൂഹ്യ ജീവിയാണ്. ഒറ്റയ്ക്ക് ജീവിക്കാൻ അവർക്ക് സാധിക്കൂല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. അതിനുശേഷമാണ് ഹവ്വാ ഉമ്മ ബീവി റളിയല്ലാഹു തആല അൻഹയെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. ആദം നബിനെ അള്ളാഹു സൃഷ്ടിച്ചതാണെന്നും അത് വ്യക്തമായി തന്നെ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. وإذ قال ربك للملائكة إني جاعل في الأرض خليفة. വിശുദ്ധ ഖുർആൻ ചരിത്ര ഗ്രന്ഥമല്ലാത്തത് കൊണ്ട് ആ ഖുർആനിൽ ചരിത്രങ്ങളിലേക്കൊക്കെ സൂചനകളെ നൽകുകയുള്ളൂ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എവിടെ വെച്ചാണ് സൃഷ്ടിച്ചത് എന്ന് നേർക്കുനേരെ ഖുർആൻ ഷരീഫിൽ പരാമർശമൊന്നുമില്ല, എവിടെ വെച്ചിട്ടാണ് സൃഷ്ടിച്ചത് എന്ന്. പക്ഷെ ഖുർആൻ ഷരീഫിലെ ആയത്തുകളിൽ അതിലേക്കൊക്കെ സൂചനകളുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ വ്യാഖ്യാതാക്കളായ ആളുകൾ വിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിച്ച് അക്കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിന്റെ പുറത്ത് വെച്ചാണ് സൃഷ്ടിച്ചതെന്നും, എന്ന് വെച്ചാൽ മണ്ണ്, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ എന്ന് ഖുർആനിൽ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ കളിമണ്ണിന്റെ സത്തയിൽ നിന്നിട്ട് സൃഷ്ടിച്ചു. വലഖദ് ഖലഖനൽ ഇൻസാന അങ്ങനെയാ പറഞ്ഞത്. അപ്പോ കളിമണ്ണിന്റെ സത്തയിൽ നിന്നിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോ ആ മണ്ണ് എവിടെ നിന്ന് കിട്ടി? സ്വർഗത്തിലെ മണ്ണല്ല ആ മണ്ണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ മണ്ണ് അള്ളാഹു ഭൂമിയിൽ നിന്ന് മലക്കുകളോട്, മഹാനായ ഇസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള മണ്ണാണത്. അത് ചരിത്രകാരന്മാരും മറ്റുമൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആൻ അത് ഇന്ന സ്ഥലത്ത് നിന്ന് എടുത്ത മണ്ണാണ്, അതെടുത്തത് ഇസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ് എന്നൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. അത് ഖുർആന്റെ ശൈലിയല്ല. ഖുർആൻ അങ്ങനെ പറയുന്ന ശൈലിയല്ല ഖുർആനുള്ളത്. അപ്പൊ നിസ്കാരത്തിന് 14 ഫർദ് ഉണ്ട് എന്ന് ഖുർആനിലുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് ഖുർആനിൽ നേരെ കാണാൻ കഴിയില്ല. ഖുർആൻ അങ്ങനെ ഫർദുകൾ എണ്ണി പറയുകയോ ഷർത്തുകൾ എണ്ണി പറയുകയോ ചെയ്യുന്നതല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഗവേഷകന്മാരായ പണ്ഡിതന്മാരൊന്നും ഇവിടെ ആവശ്യമില്ലല്ലോ. അത് ഒരു ഗ്രന്ഥവും അങ്ങനെ പറയില്ല. അപ്പൊ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ ഖുർആൻ ഓതുന്ന അവസരത്തിൽ മുസാഹിഫ് തൊടുമ്പോൾ ഒതുർത്തിട്ടാണ് മുസാഹിഫ് തൊടേണ്ടത് എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ അങ്ങനെ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഖുർആൻ ആഴമേറി പഠിച്ച പണ്ഡിതന്മാർക്ക് നിയമങ്ങൾ പറയാൻ കഴിയുള്ളൂ. നേർക്കുനേരെ ഖുർആനിൽ നിന്ന് നിയമം കണ്ടുപിടിക്കാൻ ആർക്കും സാധിക്കൂല. അപ്പോൾ പണ്ഡിതന്മാരായ ആൾക്കാർ അതൊക്കെ അതിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈയിടെ ഒരു അഡ്വക്കേറ്റ് വിളിച്ചിട്ട് ചോദിച്ചു, വഖഫിനെ സംബന്ധിച്ച് ഖുർആനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വഖഫിനെ സംബന്ധിച്ച് ഖുർആനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ വഖഫ് ചെയ്യൽ ഒരു പുണ്യകർമ്മമാണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ആ ചോദ്യം തന്നെ ഉത്ഭവിക്കുന്നത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ നേർക്കുനേരെ ഖുർആനിൽ പറയണം എന്ന വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. വിശുദ്ധ ദീനിന്റെ നിയമങ്ങളൊക്കെ നേർക്കുനേരെ ഖുർആനിൽ പറയണമെന്നില്ല. ഖുർആനിലുണ്ടാകും, അത് വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും, റസൂലുള്ള പ്രവർത്തിച്ചിട്ടുണ്ടാകും, റസൂലുള്ളാഹി അനുവാദം നൽകിയിട്ടുണ്ടാകും. ഇതൊക്കെ തന്നെ മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി
നമ്മുടെ മതത്തിൽ അള്ളാഹു വലിയ പണ്ഡിതന്മാരെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ നിയമങ്ങൾ പറയുന്ന ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. 108 വാല്യങ്ങളുള്ള 108 വാല്യങ്ങൾ. മത്ലബുൽ ആലി, ഇമാം ഇബ്നു റിഫഅ റളിയല്ലാഹു അൻഹുവിന്റെ മത്ലബുൽ ആലി എന്ന് പറയുന്ന ഒരു കിതാബ്, അത് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് നാട്ടിലേക്ക് കൊണ്ടുപോയതാണ്. ഏകദേശം 50,000 രൂപയോളം വിലയുള്ള ഒരു സഹോദരൻ അത് വാങ്ങിച്ചു തന്നതാണ്. ഏകദേശം 50,000 രൂപ അതിന് വിലയുണ്ട്. അതിൽ മുഴുവനും കർമ്മശാസ്ത്ര പറയുന്നത്. ആ കിതാബിൽ പറയുന്നതൊക്കെ കർമ്മശാസ്ത്ര. ഇങ്ങനെയുള്ള ഒരു സംവിധാനം ലോകത്ത് മറ്റ് മതങ്ങളിൽ ഇല്ല. ഹിന്ദു മതത്തിലോ ക്രിസ്തു മതത്തിലോ നിയമങ്ങൾ, അവർ എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് എന്ന് പറയുന്ന നിയമങ്ങൾ എഴുതപ്പെട്ട ഈ രൂപത്തിലുള്ള ഗ്രന്ഥങ്ങളോ, അതേപോലെ തന്നെ വിജ്ഞാനങ്ങളെ 18 ശാഖകളായി വേർതിരിച്ച്, ദീനീ വിജ്ഞാനങ്ങളെ 18 ശാഖകളായി വേർതിരിച്ച്, ആ 18 ശാഖകളും ഗ്രന്ഥങ്ങളും ഉപഗ്രന്ഥങ്ങളൊക്കെ ഉള്ള ഒരു മതം നമ്മുടെ മതമേ ഉള്ളൂ, നമ്മുടെ ദീനേ ഉള്ളൂ. പക്ഷേ വലിയ സങ്കടങ്ങൾ ഇപ്പോഴൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ കുറെ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ ബോധവാന്മാരാവുകയും നമ്മളെ കൊണ്ട് ആവുന്ന സേവനങ്ങൾ പരിശുദ്ധമായ ദീനിന് നമ്മൾ നടത്തുക വേണം. ഞാൻ എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവിടെ ഒരു മഹല്ലത്തിൽ ചില വിഷയങ്ങളുമായി സംസാരിച്ചപ്പോൾ ആ മഹല്ലത്തിൽ 2 ദിവസം മദ്രസ നടക്കുന്നുള്ളൂ. സുന്നികളാണ്, പൂർണ്ണമായ സുന്നികളാണ്. 2 ദിവസം, ശനിയും ഞായറും മാത്രമേ മദ്രസ നടക്കുള്ളൂ. ആ രൂപത്തിലൊക്കെ സംവിധാനിക്കപ്പെട്ടിരിക്കുന്നു. മറ്റു ദിവസങ്ങളിൽ കുട്ടികളെ മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്നില്ല. കുട്ടികളെ മദ്രസയിലേക്ക് പറഞ്ഞയച്ചാൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് തകരാറ് വരുമെന്ന് വിചാരിച്ച് അവർ ചെയ്തിരിക്കുന്നതോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോ അല്ലെങ്കിൽ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയോ അല്ലെങ്കിൽ സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമയോ ഈ സംഘടനകളിലൊന്നും രജിസ്റ്റർ ചെയ്യാതെ സ്വന്തമായി പുസ്തകം എഴുതിക്കാണ്ട് കുട്ടികളെ പഠിപ്പിക്കാം. കാരണം അവരാരും സമ്മതിക്കൂല. ഈ ശനി ഞായറും മാത്രം മദ്രസ വെക്കാൻ അവരാരും സമ്മതിക്കൂല. അവർ സ്വന്തമായിട്ട് പുസ്തകം ഉണ്ടാക്കാനൊന്നും പണിയില്ലല്ലോ. ഉള്ള പുസ്തകത്തിൽ നിന്ന് അങ്ങോട്ടൊക്കെ മാറ്റി ഉണ്ടാക്കിയാൽ മതിയല്ലോ. സമസ്ത ഉണ്ടാക്കിയ പുസ്തകത്തിൽ നിന്ന് അങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ഒരു പുസ്തകമൊക്കെ ഉണ്ടാക്കാമല്ലോ. അതൊരു പണിയുള്ളൊരു കാര്യമില്ല. ഇപ്പൊ കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഗ്രന്ഥം ഉണ്ടാക്കാൻ 1 മണിക്കൂർ വേണ്ട. ഒരു ഗ്രന്ഥം ഉണ്ടാക്കി പ്രസിദ്ധീകരിക്കാൻ ഇപ്പൊ 1 മണിക്കൂർ. പഴയ കാലത്ത് എത്ര സമയം പിടിക്കും ഒരു ഗ്രന്ഥം ഉണ്ടാക്കാൻ? ഇപ്പൊ അതിനൊന്നും പണിയില്ല. ഒന്നിനും പണിയില്ല, അതിനും പണിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ അതൊക്കെ ദീന് നശിപ്പിക്കുകയാണ്. ആ രൂപത്തിലേക്കൊക്കെ നീങ്ങുകയാണ്. പക്ഷേ അങ്ങനൊന്നും പഠിപ്പിച്ചാൽ തീരുന്നതല്ല പരിശുദ്ധമായ ദീൻ. ഒരു യാസീൻ ഓതാൻ, സുബ്ഹാനല്ലാഹ്, ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടികൾക്ക് യാസീൻ ഓതാൻ കഴിയുന്നില്ല. ഫാത്തിഹ പോലും ശരിക്ക് മഖറജിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് പോലും ഓതാൻ കഴിയുന്നില്ല. വളരെ കുറഞ്ഞ സമയം മാത്രമേ ഒരു ദീനിനെ പറ്റി പഠിക്കുന്നുള്ളൂ. ഇങ്ങനത്തെ കുട്ടികൾ ഈ ഭാവിയിൽ എന്തായിരിക്കും ഈ കുട്ടികളെ കൊണ്ടൊക്കെ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്? ആ കുട്ടികൾ വലുതാവുമല്ലോ. ആ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ ആ കുട്ടികളുടെ കുട്ടികൾക്ക് എങ്ങനെയാണ് അവർ പറഞ്ഞു കൊടുക്കുക? എങ്ങനെയാണ് അവർ ദീൻ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക? എങ്ങനെയാണ് മസാലകൾ പറഞ്ഞു കൊടുക്കുക? മറ്റു മതങ്ങളെ പോലെ അല്ലല്ലോ. നമുക്കൊരുപാട് നിയമങ്ങളും ഒരുപാട് വിധിവിലക്കുകളും ഉള്ളവരാണ് നമ്മൾ. എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇപ്പൊ ഈയിടെയാണ് മറ്റ് മതസ്ഥരൊക്കെ, പ്രത്യേകിച്ച് ഹിന്ദുക്കളായ സഹോദരന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനൊക്കെ മെനക്കെടുന്നത് ഇപ്പോഴാണ്. മുമ്പ് അതൊന്നുമില്ല. അതെങ്ങനെ പഠിപ്പിക്കുക? അവർക്ക് ഗ്രന്ഥങ്ങളോ അല്ലെ അത്തരം സംവിധാനങ്ങളൊന്നും നേരത്തെ തന്നെ ഇല്ല. നമുക്ക് അങ്ങനെയല്ലല്ലോ. ഖുർആനുണ്ട്, അതേപോലെ തന്നെ ഹദീസുകളുണ്ട്. ഹദീസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നവകളാണ്. ആ ഹദീസിൽ നിന്ന് 10 ലക്ഷം ഹദീസ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു മനപ്പാടമുണ്ട്. 1 ലക്ഷം സഹീഹായ ഹദീസ്. ആ ഹദീസിൽ നിന്ന് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു 4000 ഹദീസുകൾ ആവർത്തനത്തോടുകൂടെ 7250 ഹദീസുകൾ ആവർത്തനത്തോടുകൂടെ. അതാണ് സഹീഹുൽ ബുഖാരിയിലുള്ളത്. ഈ രൂപത്തിൽ ഒരു ഹദീസ് മറ്റു മതസ്ഥർക്ക് എവിടെയുള്ളത്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നിട്ട് നമുക്ക് ഹദീസ് ഉള്ളത് പോലെ ഒരു ഹദീസ് ഇല്ല. ഈസാ നബിക്ക് കുറെ ഹദീസുകളോ ഈസാ നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കുറെ ഹദീസുകളൊന്നും ഉള്ള ഗ്രന്ഥങ്ങളൊന്നും ഇല്ല. ബൈബിള് എന്ന് പറയുന്നത് അത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞല്ല.
അത് ഇഞ്ചീലിനെ പോലും മാറ്റിയിട്ടുണ്ടാക്കിയതാണ് ഈ ബൈബിൾ. അത് തന്നെ പല രൂപത്തിലും ബൈബിൾ വന്നു. ഞാനത് ഇടയ്ക്ക് വെച്ച് പറയുന്നത്, അള്ളാഹുവിന്റെ ദീൻ മഹാന്മാരായ പണ്ഡിതന്മാർ ഭയങ്കര പണിയെടുത്തിട്ട്, നബിമാമൊക്കെ എടുത്ത അധ്വാനം, ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു ചെയ്ത അധ്വാനം, അതൊന്നും തുല്യതയില്ലാത്ത അധ്വാനങ്ങളാണ്. അതിലേക്കൊക്കെ ഇറങ്ങി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, എന്തായിരുന്നു അവരൊക്കെ ചെയ്ത അധ്വാനം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മോനാണ്, മുത്തുനബിന്റെ സഹാബിമാരിൽപ്പെട്ട വലിയ ആളാണ്. അവർ അവസാനം ഒരു വാക്ക് പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞ വാക്കെന്താ? ലൻ തുഖ്ബല മിന്നി സ്വലാത്തൻ ഖൈറുൽ ലി മിനദ് ദുനിയ വമാ ഫിഹാ. അല്ലാഹു എന്നിൽ നിന്ന് ഒരു നിസ്കാരം സ്വീകരിക്കൽ. ലൻ തുഖ്ബല മിന്നി സ്വലാത്തുൻ, എന്റെ വക്കൽ നിന്നിട്ട് ഒരു നിസ്കാരം സ്വീകരിക്കപ്പെടൽ. കുറെ നിസ്കാരം എന്നല്ല അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞത്. എന്റെ വക്കൽ നിന്ന് അള്ളാഹു ഒരു നിസ്കാരം, ഏതെങ്കിലും ഒരു വഖത്തിലെ നിസ്കാരം അള്ളാഹ് ഒന്ന് സ്വീകരിച്ച് കിട്ടല്, ഈ കാണുന്ന ദുനിയാവും ദുനിയാവിലുള്ള മുഴുവനും എനിക്ക് ലഭിക്കുന്നതിനേക്കാൾ അത് ഖൈറാണ്. അതാണ് എനിക്ക് ഏറ്റവും ഖൈറ്. അപ്പോഴാരായി പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആകുന്ന വാപ്പ, തുല്യതയില്ലാത്തൊരു വാപ്പയല്ലേ അത്. ആ വാപ്പന്റെ മകൻ, മുത്തുനബിനെ കണ്ട ആള്, മുത്തുനബിന്റെ കൂടെ ഇരുന്ന ആള്, മുത്തുനബിന്റെ കൂടെ ഒരുപാട് സഹവസിച്ച ആള്, അറിയപ്പെട്ട വലിയ പണ്ഡിതൻ, അവരായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, എനിക്ക് ഒരു നിസ്കാരം സ്വീകരിച്ചിട്ടേ മതി എന്ന്, ഒരു നിസ്കാരം സ്വീകരിച്ചിട്ടേ മതി. അപ്പൊ അതിന്റെ ഒക്കെ അപകടങ്ങൾ എത്രയാണ്? എന്താണ് അതിന്റെ ഒക്കെ അപകടങ്ങൾ? മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു, മുഹീദ്ദീൻ അൽ അറബി റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിലുള്ള ആളാണ്. മുഹീദ്ദീൻ അൽ അറബി വലിയ ആത്മീയ വിജ്ഞാനങ്ങളുള്ള, ആത്മീയ വിജ്ഞാനത്തിന്റെ ഒരു സാഗരം തന്നെയാണ് മുഹീദ്ദീൻ അൽ അറബി. മുഹീദ്ദീൻ അൽ അറബി ഒരിക്കൽ ഇങ്ങനെ നിസ്കരിക്കുന്ന അവസരത്തിൽ കാലിങ്ങനെ അങ്ങോട്ട് കാട്ടാൻ, കാലിങ്ങനെ അങ്ങോട്ട്. നമ്മുടെ മദ്ഹബില് അനങ്ങിയാൽ നിസ്കാരം പാത്തില്ല, മാലിക് മദ്ഹബിൽ അങ്ങനെ അനങ്ങിയാൽ നിസ്കാരം ഒന്നും പാത്തിലാവില്ല. അപ്പൊ ചിലപ്പം ഈ മക്കത്തൊക്കെ നമ്മൾ ഉംറക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറബികൾ ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ അങ്ങോട്ടും കൂടെ കാട്ടും. ഒരു നിസ്കരിച്ച് കഴിയുന്നത് വരേക്കും ഓലത് ഇങ്ങനെ ആക്കല പണി. കുപ്പായ ഉണ്ടാവും, ആ കുപ്പായ ഇങ്ങനെ ആക്കലാണ് ഓല പണി. അതൊക്കെ നമ്മൾ കാണും. അപ്പൊ അത് ഒരു നിസ്കാരം പാത്തിലായൊന്നും വിചാരിക്കണ്ട, കാരണം ഓൽക്ക് അതിന് പറ്റുന്ന മദ്ഹബായിരിക്കും ഓൽക്ക് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും നിസ്കരിക്കുന്ന അവസരത്തിൽ അവരെന്തെങ്കിലും കാണിക്കുന്നൊന്നും വെച്ച് നോക്കണ്ട, അത് ഓലും പഠിച്ചവരും കൂടി ആയിക്കോട്ടെ, ഓൽക്കൊക്കെ അതിനൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ മറ്റൊരാളെ ആക്ഷേപിക്കാനോ മറ്റൊന്നും പോകണ്ടെന്ന് ഇതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ മുഹീദ്ദീൻ അറബി തങ്ങൾ അങ്ങനെ കാലിങ്ങനെ ഇളക്കുമ്പോ, നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ ചോദിച്ചു, എന്തേ ഉസ്താദ് ഇപ്പൊ ഇങ്ങനെ നിസ്കാരത്തിൽ ഇങ്ങനെ കാലിങ്ങനൊക്കെ അങ്ങോട്ട് ഇളക്കുന്നത് കണ്ടല്ലോ. അപ്പൊ പറഞ്ഞ വാക്കെന്താ അറിയോ? ഫഖ്റുദ്ദീൻ റാസി മലിക്കുൽ മുനാദിരി എന്നാണ് അവരുടെ പേരെന്നെ. ഇസ്ലാമിന് എതിരെ വരുന്ന ആളുകൾ, ആ ആളുകൾക്കൊക്കെ എതിരെ ശക്തമായ വാദങ്ങൾ ഉന്നയിച്ച് അവരെയൊക്കെ പരാജയപ്പെടുത്തിയിരുന്ന വലിയ പണ്ഡിതനാണ്. തഫ്സീറുർ റാസി എന്ന് പറയുന്ന തഫ്സീറുൽ കബീർ എഴുതിയ ആളാണ്. ആ മഹാനവറുകളുടെ മരണസമയത്ത് പിശാചുക്കൾ ഇബ്ലീസും ഒക്കെ വന്നിട്ട് വല്ലാതെ സ്വീപ്പാക്കണം. ആ സ്വീപ്പാക്കുന്ന അവസരത്തിൽ ആ ഇബ്ലീസിനെ ഞാൻ കാലുകൊണ്ട് തട്ടിയിരുന്നു, ഇങ്ങനെ തട്ടിയിരുന്നു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല ഫഖ്റുദ്ദീൻ റാസിക്ക് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള അവസരം ഫഖ്റുദ്ദീൻ റാസിക്ക് കൊടുത്തു എന്ന് മുഹമ്മദ് നബവി അൽ ജാവ റഹ്മത്തുള്ളാഹി അലൈഹി ശറഹ് മറാഖിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണൊക്കെ അതിന്റെ അവസ്ഥ? അപ്പൊ എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കാം? ഈമാൻ കിട്ടിയിട്ട് മരിക്കുക എന്ന് പറയുന്നത് അതൊരു ചെറിയ വിഷയമാണോ? അതല്ലേ വിഷയം, അതല്ലേ ഇത്രയും കാലം നമുക്ക് ജീവിച്ചിട്ട് കിട്ടേണ്ടത് അതാണല്ലോ. നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനൊക്കെ ജീവിച്ച് ഈ കാണുന്ന നിലക്ക് പള്ളിയിലും അതേപോലെ തന്നെ വീട്ടിലൊക്കെ ഇബാദത്ത് ചെയ്ത് നമ്മൾ കൂടിയിട്ട് നമുക്ക് ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ വലിയ വലിയ ആൾക്കാർക്ക് അവരുടെ ഈമാൻ നശിപ്പിക്കാൻ ഇബ്ലീസ് വന്നെങ്കിൽ നമ്മളാരാ? ഈയാൻ പാറ്റകളെ പോലെ ഒന്നിനും കൊള്ളാത്ത നമ്മളെ കഥ എന്തായിരിക്കും? അപ്പൊ അവരെ രക്ഷപ്പെടുത്താൻ അന്ന് ആളുകൾ ഉണ്ടായി, അത്ര വലിയ വലിയ മഹാന്മാരൊക്കെ ഉണ്ടായി. അപ്പൊ ഇതൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സ്വർഗം കിട്ടി സ്വാലിഹീങ്ങളോട് കൂടെ സ്വർഗത്തിൽ താമസിക്കാൻ അവസരം കിട്ടുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. അതിനൊരുപാട് കടമ്പകൾ നമുക്കുണ്ട്. അതൊന്നും ഇല്ലാത്ത ആൾക്കാർ, ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, കപടവിശ്വാസികൾ നരകത്തിന്റെ താഴെത്തട്ടിലാണ്. ഇന്നല്ലദീന
കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന ഫീ നാരി ജഹന്നം. ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ്, വേദഗ്രന്ഥം നൽകപ്പെട്ടതായ അവിശ്വാസികളായ ആളുകൾ, വൽ മുശ്രിക്കീൻ, ബഹുദൈവ ആരാധികൾ, അവരൊക്കെ ഫിന്നാർ, അള്ളാഹ് വ്യക്തമായി പറയാണ്, തീർച്ചയായിട്ടും ഓലൊക്കെ നരകത്തിൽ തന്നെയാണ്. നേരെ മറിച്ച് ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അള്ളാഹു സ്വർഗമാണ് വെച്ചിരിക്കുന്നത്. അപ്പോ അവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടെ സ്വർഗം. അങ്ങനെയാണ് മുത്തുനബി പറഞ്ഞത്, അദ്ദുന്യ സിജനുൽ മുഅ്മിനി വ ജന്നത്തുൽ കാഫിർ. അത് മുഅ്മിനായ മനുഷ്യന്മാർക്ക് ഇവിടെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും. അള്ളാഹ് അങ്ങനെയാണ് ആക്കിയിട്ടുള്ളത്. അള്ളാഹു അങ്ങനെയാണ് ആക്കിയിട്ടുള്ളത്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനായി 23 കൊല്ലം ജീവിച്ചു. എന്തായിരുന്നു ആ സംഭവങ്ങളൊക്കെ? അതിങ്ങനെ കാണുമ്പോഴേക്കും വായിക്കുമ്പോഴൊക്കെ പലപ്പോഴും പൊട്ടിപ്പോവുക, ഹൃദയം പൊട്ടിപ്പോവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജീവിതത്തെ പറ്റിയൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ 23 കൊല്ലം പ്രവാചകനായി ജീവിച്ചിട്ട് എവിടെയാണ് ഒരു സ്വസ്ഥത ഉണ്ടായിരിക്കുന്നത്? എവിടെയാണ് സ്വസ്ഥത ഉണ്ടായിരിക്കുന്നത്? പരീക്ഷണങ്ങളുടെ വേലിയേറ്റങ്ങൾ, എപ്പോഴും പരീക്ഷണങ്ങൾ തന്നെ. ജനിക്കുമ്പോൾ തന്നെ വാപ്പയില്ലാതായിപ്പോയി, ഒരു ജ്യേഷ്ഠനില്ല, അനുജനില്ല, സഹോദരിമാരില്ല. ഇപ്പൊ നമുക്ക് പല വിഷയങ്ങൾ വരുമ്പോൾ, വീട്ടിൽ മരണം വരുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ കല്യാണം വരുമ്പോൾ, അത്തരം സന്ദർഭങ്ങളിലൊക്കെ കൂട്ടുകുടുംബങ്ങളായ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് ഒരുമിച്ച് കൂടിയിട്ട് അതിലൊക്കെ ഉണ്ടാകുന്ന, നമ്മളില്ലെങ്കിലും അത് നടത്താനൊക്കെ കൂട്ടുകുടുംബങ്ങളായ ആൾക്കാരും മറ്റുള്ളവരൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സമാധാനം. അപ്പൊ അവര് തന്നെ കാര്യങ്ങളൊക്കെ നടത്തുന്നു. മുത്തുനബിക്കാരാ ഉണ്ടായത്? ഒരു ജ്യേഷ്ഠനോ അനുജനോ സഹോദരിയോ അളിയനോ ഇതൊന്നും ഉണ്ടായില്ലല്ലോ. അങ്ങനെയല്ലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥയുണ്ടായിരുന്നത്. 7 മക്കളെ കൊടുത്തിട്ട് 6 മക്കളും റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് തന്നെ മരിച്ചുപോയി. 6 മക്കളും അങ്ങനെ മരിച്ചുപോയി. പിന്നെ ഒരു ഫാത്തിമ ബീവി ഉണ്ടായത്. ആ ഫാത്തിമ ബീവി തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് റബീഉൽ അവ്വലിൽ വഫാത്തായി. ഫാത്തിമ ബീവി ആ റബീഉൽ അവ്വലിന് ശേഷമുള്ള റമദാനിക്കും വഫാത്തായി. 13 കൊല്ലവും മക്കത്ത് ജീവിച്ചിട്ട് ആ 13 കൊല്ലവും കഅബത്തിന്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. കഅബത്തിൽ നിറയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കം ഫതഹാകുന്നത് ഹിജ്റ 8ാമത്തെ കൊല്ലം. മദീനത്തേക്ക് പോയിട്ട് 8 കൊല്ലം കഴിഞ്ഞിട്ടാണ് മക്കം ഫതഹാകുന്നത്. മക്കം ഫതഹാകുന്നത് അത് റമദാൻ ഷരീഫിലാണ്. റമദാനിക്കാണ് മക്കം ഫതഹാകുന്നത്. റസൂലുള്ളാഹി നോമ്പ് വെച്ചിട്ടാണ് പോയിക്കുന്നത്. നോമ്പ് നോറ്റിട്ടായിരുന്നു മക്കം ഫതഹിലേക്ക് പോയിരുന്നത്. അങ്ങനെ റമദാനിൽ മക്കം ഫതഹാകുമ്പോൾ അത് ഹിജ്റ 8ലാണ്. ഹിജ്റ 8 കഴിഞ്ഞ് 10 കഴിഞ്ഞ് ഹിജ്റ 11ലാണ് റസൂലുള്ളാഹി വഫാത്താകുന്നത്. മക്കം ഫതഹായിട്ട് 2 കൊല്ലം ജീവിച്ചിട്ടുള്ളൂ. മക്കം ഫതഹായതിന് 2 കൊല്ലം ജീവിച്ചിട്ടുള്ളൂ. ഈ മക്കം ഫതഹായപ്പോഴല്ലേ കഅബത്തുനിന്ന് ബിംബങ്ങളൊക്കെ എടുത്തു മാറ്റിയത്? കഅബത്തുനിന്ന് ബിംബങ്ങളൊക്കെ എടുത്തു മാറ്റിയത് മക്കം ഫതഹായതിന്റെ ശേഷമാണ്. അപ്പൊ മക്കം ഫതഹായിട്ട് പിന്നെ റസൂലുള്ളാഹിക്ക് 2 കൊല്ലേ ഉള്ളൂ. അപ്പൊ 61ാമത്തെ വയസ്സിലാണ് മക്കം ഫതഹാകുന്നത്. 61ാമത്തെ വയസ്സിൽ ഈ 61 കൊല്ലവും കഅബത്തിൽ ബിംബങ്ങളാണ്. മുത്ത് റസൂലുള്ളാഹിന്റെ 63 വയസ്സിലെ 61 കൊല്ലവും കഅബത്തിൽ ബിംബങ്ങളാണ്. ആ 61ാമത്തെ വയസ്സിലാണ് ആ ബിംബങ്ങളൊക്കെ എടുത്ത് മാറ്റിയത്. ബിംബങ്ങളൊക്കെ എടുത്ത് മാറ്റി മക്കം ഫതഹായി. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. ഒറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. ആ ഹജ്ജാണ് ഹജ്ജത്തുൽ വദാ. അത് ഹിജ്റ 10ലാണ്. ഹജ്ജത്തുൽ വദാ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഹജ്ജ് ചെയ്തിട്ടില്ല, ഉംറയും ചെയ്തിട്ടില്ല. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. മക്കം ഫതഹായി, മക്കന്റെ അധികാരമൊക്കെ കിട്ടി, മദീനത്തൊക്കെ ആയിട്ട് 2 കൊല്ലമായപ്പോഴത്തേക്ക് വഫാത്തായി. അതിലൊന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിൽക്കാലത്ത് ഇസ്ലാമിലുണ്ടായിരുന്ന ഒരുപാട് സൗന്ദര്യങ്ങളും അധികാരങ്ങളിലൊന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോ ഈ പ്രവാചകനായിക്കൊണ്ടുള്ള 23 കൊല്ലം സംഘർഷ നിബിഡമായിരുന്നു. യുദ്ധങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും മരണങ്ങളും ഇതൊക്കെ കണ്ടിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത്. അവിടെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, സുഖം സുഖം എന്നുള്ള ചിന്ത എനിക്കും നിങ്ങൾക്കും മാറേണ്ടിയിരിക്കുന്നു. ആ ഒരു ചിന്തയാണ് നമ്മളൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത്. നമുക്ക് ഇബാദത്തിന് രസം കിട്ടണില്ല, നമുക്ക് ഇബാദത്ത് ചെയ്യാൻ സമയം കിട്ടുന്നില്ല, നല്ലതിനൊന്നും സമയം കിട്ടുന്നില്ല. കാരണം നമ്മൾ ഈ കാണുന്ന ഈ ചൊറുക്കാണ് യഥാർത്ഥ ചൊറുക്ക്, ഇതാണ് സുഖം, ഇതാണ് സൗകര്യം എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമുക്കൊന്നും കഴിയാത്തത്. അതിനാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ
യമനിലേക്ക് ഗവർണറായി റസൂലുള്ളാഹി പറഞ്ഞയക്കുമ്പോൾ ആ പറഞ്ഞയക്കുന്ന അവസരത്തിൽ മുആദ് എന്നവരെ കൈ പിടിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, മുആദേ, അടുത്ത കൊല്ലം ഞാനും കാണൂലട്ടോ, അടുത്ത കൊല്ലം ഞാനും കാണൂലട്ടോ, നിങ്ങൾ എൻ്റെ ഈ പള്ളിൻ്റെയും ഖബറിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകട്ടോ. അപ്പൊ മുആദ് കരഞ്ഞു. ഇപ്പൊ ബക്കാ മുആദുൻ, പടച്ചോനെ റസൂലുള്ളാഹ് വിട പറയാനുള്ള സൂചനയാണല്ലോ അത്, വിട പറയാനുള്ള സൂചനയാണല്ലോ അത്. അങ്ങനെ പറഞ്ഞത്, എൻ്റെ ഖബറിന്റെയും പള്ളിന്റെയും അടുത്ത് കൂടെ നിങ്ങൾ ഇങ്ങനെ നടന്നു പോകും, നമ്മൾ ഇനി കാണൂലട്ടോ എന്ന് പറഞ്ഞത്. മുആദ് എന്നവരെ യമനിലേക്ക് പറഞ്ഞേക്ക്, ഗവർണറായി പറഞ്ഞേക്കുമ്പോ യമനിൽ അന്നൊന്നും എപ്പോഴും വരാൻ കഴിയില്ല. മുആദ് എന്നവർക്ക് റസൂലുള്ളാഹി വഫാത്തായിട്ട് വരാൻ പറ്റിയിട്ടില്ല, പിന്നെയാണ് വന്നത്. അന്ന് വരാൻ പറ്റിയിട്ടില്ല, അന്നൊന്നും യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത, അറിയില്ല. അറിഞ്ഞാൽ ബിലാൽ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി വഫാത്തായത് കുറെ കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. സ്വന്തം മുക്രിയാണ്, അതേപോലെ തന്നെ എല്ലാം ചെയ്തിരുന്ന ആളാണ് ബിലാൽ എന്നവര്. ഡമസ്കസിലെ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അറിയുന്നത് അത് അല്ല, അന്ന് അറിഞ്ഞിരിക്കുന്നു, പിന്നീട് വന്നത്. ബിലാൽ റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്ന ഘട്ടത്തിൽ, റസൂലുള്ളാഹി വഫാത്താകുന്ന ഘട്ടത്തിൽ ഉണ്ടായി. പിന്നീട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു കുറെ കഴിഞ്ഞിട്ടാണ് വന്നത്. ദമസ്കസിലേക്ക് പോയിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ദമസ്കസിലേക്ക് പോയി, പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മള് മറ്റുള്ള ആളുകളെ പോലെയല്ല. ഇപ്പൊ വെറും സൗകര്യങ്ങളും ഈ സൗകര്യങ്ങൾ മാത്രം നോക്കിയിട്ട് ഖുർആൻ ഓതാനും, ഖുർആൻ ഓതിന് ഇന്നലെ ഞാനന്ന് അത്യാവശ്യത്തിനൊന്ന് പുറത്തു പോയപ്പോഴൊക്കെ എൻ്റെ കൂടെയുള്ള ആൾക്കാരോട് പറഞ്ഞു, എന്താണ് ഇപ്പൊ കാണുന്നത്, എവിടേക്കാണ് ഇതൊക്കെ പോകുന്നത്, അള്ളാഹു വല്ല മുസീബത്തും ഇനി ഓർക്കോ, എന്തൊക്കെ മുസീബത്തുകളാണ് കേൾക്കുന്നത്, എന്തെല്ലാം മുസീബത്തുകളാണ് കേൾക്കുന്നത്, എന്തൊക്കെ അതാബുകളാണ് കേൾക്കുന്നത്. കളിക്കാൻ വേണ്ടി പോയ കുട്ടിന്റെ തലമക്ക് ചക്ക കൊണ്ട് കുട്ടി മരിക്കുക, മിഠായി മേടിക്കാൻ വേണ്ട പോയ കുട്ടിനെ പട്ടി കടിച്ചിട്ട് കുട്ടി വിഷളിക്കിട്ട് കുട്ടി മരിക്കുക, ചക്ക മുറിക്കാൻ വേണ്ടി പോയ കത്തി കൊണ്ട് കുട്ടിനെ മുറിക്കുക. എന്തൊക്കെയാ നമ്മൾ കേൾക്കുന്നത്, എന്തൊക്കെ അതാബുകളാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പൊ വളാഞ്ചേരി പോലത്തെ സ്ഥലത്ത് നിപ്പ വന്നിട്ട് അവിടെയൊക്കെ എന്താണ് മറ്റേ സോണാക്കി മാറ്റിക്കണം. എന്താ ഒരു സോണ് പറയുന്നുണ്ടല്ലോ, അങ്ങനെ ആക്കിയിട്ട് എന്ത് ചെയ്യണം, അത് മാറ്റി കണ്ടെയ്ൻമെന്റ് സോണാക്കി മാറ്റി. ഇങ്ങനെ പല ജാതി വിഷയങ്ങൾ. നമുക്ക് ഖുർആൻ ഓതാനോ, സുബ്ഹാന ജല്ല ജലാലു, ഇഷാമാരിവിന്റെ ഇടയിൽ അമ്മാര് കുട്ടികളെ കൊണ്ട് പുസ്തകം വായിപ്പിക്കൂല, അവരിരുന്ന് ഖുർആൻ ഓതും, സബീഉൽ മുൻജിയാത്ത് മുഴുവൻ ഓതും, എന്നിട്ട് ബദർ ബൈത്ത് ഓതും, നഫീസത്ത് മാല ചൊല്ലും. അതൊക്കെ എവിടെ പോയി, അതൊക്കെ എവിടെയപ്പുള്ളത്, അതൊക്കെ ഇപ്പൊ അങ്ങാടിയിലായി പോയി. അതൊക്കെ അങ്ങാടിയിലായിട്ട് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ നടന്നിട്ട് എല്ലാവരും അങ്ങാടിയിലായി പോയി. ഭൂരിപക്ഷ ആൾക്കാരും ഇങ്ങനെയാണ്. എവിടേക്കാണ് ഇതൊക്കെ പോണത്? വളരുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് നല്ലത് കിട്ടുക, നല്ലത് എങ്ങനെയാണ് അവർക്ക് മനസ്സിലാവുക? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് നമ്മളെ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാവണില്ല. ഏതായിരുന്നാലും ശരി, ഞാൻ ഇടയ്ക്ക് വെച്ച് പറയാണ്, അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ ജീവിക്കേണ്ട ആൾക്കാരല്ല നമ്മൾ. വിശുദ്ധ ഖുർആനിൽ അഹ്ലി കിതാബുകളെ പറ്റി പറഞ്ഞു. ആ അഹ്ലി കിതാബുകൾ, അവര് റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കാത്ത അഹ്ലി കിതാബുകൾ, ഇപ്പോഴുള്ള അഹ്ലി കിതാബുകൾ, വേദം നൽകപ്പെട്ട തൗറാത്തിന്റെയും ഇഞ്ചിന്റെയും ആൾക്കാരാണ് അഹ്ലി കിതാബുകൾ. അവര് റസൂലുള്ളാഹിനെ വിശ്വസിക്കാത്തവരാണ്. ആ വിശ്വസിക്കാത്ത ആൾക്കാര് ബഹുദൈവ ആരാധകർ, വേറെ ആരാ അവിടെ ഉള്ളത്? ഇവരൊക്കെ നരകത്തിലാന്ന് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞതാ. ഇവരൊക്കെ നരകത്തിലാണെന്ന് പറഞ്ഞു. അവരല്ലേ ഭൂരിപക്ഷം, അവരാണല്ലോ ഭൂരിപക്ഷം ഇവിടെ ഉള്ളത്. അഹ്ലി കിതാബുകളായ ആൾക്കാർ ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളാണ്. രണ്ടാം സ്ഥാനമാണ് മുസ്ലിമീങ്ങൾക്കുള്ളത്. ആ ക്രിസ്ത്യാനികളും ബഹുദൈവ ആരാധകരും കൂടിയിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ജനതയുടെ 2/3 ഭാഗം ഓലാണ്, 2/3 ഭാഗം അവരാണ്. പിന്നെ നമ്മൾ കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ ഈ മുഅ്മിനീങ്ങളായ ആളുകൾക്കാണ് സ്വർഗമെന്ന് ഒരുപാട് സ്ഥലത്ത് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ഇവർക്കൊക്കെ നരകമാണെന്നും പറഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് നിയമങ്ങളും മറ്റുമൊക്കെ അനുസരിക്കേണ്ടി വരും. അതാണ് മുഅ്മിനീങ്ങൾ. അതിനാണ് ഞാൻ പറഞ്ഞു തന്നത്, റസൂലുള്ളാഹിയുടെ ജീവിതം ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ എന്താണ് ഈ 61 കൊല്ലം ഇങ്ങനല്ലേ ഉണ്ടായത്? എന്തേ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇതിനൊന്നും മാറ്റം വരുത്താൻ കഴിയൂലേ? അള്ളാഹ്ക്ക് ഇതിനൊന്നും കഴിയൂല. അള്ളാഹ് ഉണ്ടാക്കിയതല്ലേ കഅബ. ആദ്യമായിട്ട് ഭൂമിയിൽ ഉണ്ടാക്കിയ സാധനല്ലേ ഈ കഅബ. ആ കഅബ ഇബ്രാഹിം നബിയല്ലേ അതിന് പുനരുദ്ധാരണം നടത്തിയത്. എല്ലാ അമ്പിയാക്കന്മാരും അവിടെ തവാഫ് ചെയ്തിട്ടില്ലേ? നല്ലവരൊക്കെ അവിടെ പോയിട്ടില്ലേ? എന്നിട്ടുള്ള ആ കഅബന്റെ അവസ്ഥയല്ലേ ഇത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത 63 കൊല്ലത്തിൽ 61 കൊല്ലം അതിന്റെ അവസ്ഥ അങ്ങനെ. എന്തേ ഇതൊക്കെ ഇങ്ങനെ ആയതിന്റെ? അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനൊക്കെയാണ് ഉണ്ടാവുക. അതൊക്കെ ദുനിയാവിന്റെ അവസ്ഥകൾ അങ്ങനെയൊക്കെ ഉണ്ടാവുക. അപ്പൊ അതിലൊക്കെ തന്നെ നമ്മള്
മനസ്സിലാക്കിയിട്ട് നിയമങ്ങൾ എന്തൊക്കെയാണോ ആ നിയമങ്ങൾ അനുസരിക്കണം. ഇപ്പൊ നിങ്ങൾ നോക്കാട്ടെ, നമുക്ക് ഒരു യാത്ര ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് നിസ്കരിക്കണം. നമുക്ക് നിസ്കരിക്കണമെങ്കിൽ വെള്ളം വേണം, വെള്ളമില്ലെങ്കിൽ മണ്ണ് വേണം. നമുക്ക് കിബിലാക്ക് വേണ്ടി തിരിഞ്ഞ് നിസ്കരിക്കണം. വേറെ എവിടേക്ക് എങ്ങനെ തിരിഞ്ഞ് നിസ്കരിച്ചാൽ മതിയോ? നമുക്ക് കിബിലാക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം. ഞാൻ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ചില ഹൈന്ദവ സഹോദരന്മാർ വൈകുന്നേര സമയത്ത് പോലും ഇങ്ങനെ ഇരുന്നിട്ട് എന്തൊക്കെ കാട്ടുന്നതാണ്. അതേമാതിരി തന്നെ രാത്രി, പിന്നെ അതേപോലെ തന്നെ പ്രഭാതത്തിലൊക്കെ അജ്മീർക്കൊക്കെ പോകുമ്പോൾ ട്രെയിനിലൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, അങ്ങനെ എന്തൊക്കെ കാട്ടുന്നതാണ്. ഓർക്ക് കിബിലില്ലോ ക്യാബിലില്ലോ ഒന്നുമില്ല, ഓർക്ക് തോന്നിയിടത്തൊക്കെ പോലും എന്തെങ്കിലും കാട്ടും. ഓർക്ക് ഔറത്ത് മറക്കണ്ടില്ല, ഔറത്ത് എന്തെങ്കിലും ഉണ്ടോ? എന്നാലും ഇപ്പൊ ഔറത്ത് മറക്കണ്ടുള്ളൂ. നമുക്കങ്ങനെയാണോ? നമുക്ക് രാവിലെ ളുഹ്ർ വരേക്കുമുള്ള യാത്ര സുഖമായ യാത്രയാണ്. ഏകദേശം ഒരു 6-6.5 മണിക്കൂർ ഫ്രീ ആണ്. അതങ്ങ് കഴിഞ്ഞാൽ ളുഹ്ർ നിസ്കരിക്കണം. പിന്നെ ഏകദേശം ഒരു 2 മണിക്കൂർ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. കവിഞ്ഞാൽ ഒരു 2 മണിക്കൂറേ ളുഹ്റിന്റെയും അസറിന്റെയും ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അത്ര ഡിഫറൻസ് തന്നെ അസറിന്റെയും മഗ്രിബിന്റെ ഇടയിൽ ഉണ്ടാവുള്ളൂ. അത്രയും ഉണ്ടാവില്ല. 1 മണിക്കൂറും 10 മിനിറ്റുമാണ് സാധാരണ മഗ്രിബിന്റെ ഇശയുടെ ഇടയിൽ ഉണ്ടാവുക. അപ്പോ ളുഹ്ർ കണ്ടു കഴിഞ്ഞാൽ അസർ, മഗ്രിബ്, ഇശ നമുക്ക് നിസ്കരിക്കണം. മറ്റൊരു എന്താ ആവശ്യം? എന്താണ് അവർക്കുള്ളത്? അപ്പൊ ഇത് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് നിശ്ചയിച്ചായിട്ടാണോ അത്? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇങ്ങനെയാണ് മുഅ്മിനായ മനുഷ്യന്റെ അവസ്ഥ. മുഅ്മിനീങ്ങളായ ആൾക്കാരൊക്കെ അതിൽ വളരെ കണിശത, ജമ്മാക്കി കസറാക്കി, ഇങ്ങനെ വല്ല നിബന്ധനകളും ആർക്കെങ്കിലും ഉണ്ട്? ആർക്കൊക്കെയാണ് ഇതിന്റെ മസ്അല അറിയുക? ജമ്മും കസറുമാക്കി നിസ്കരിക്കേണ്ട രൂപം. ഇങ്ങനെ മഹാന്മാരായ ഇമാമിങ്ങളായ ആൾക്കാർ, വലിയ പണ്ഡിതന്മാർ, ഷാഫിഈ ഇമാമിനെ പോലത്തെ ആൾക്കാർ ഖുർആനും ഹദീസൊക്കെ പരിശോധിച്ച് സുബ്ഹാന ജല്ല ജലാലു 10 ലക്ഷം ഹദീസ് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന് അതിന്റെ പരമ്പര സഹിതം മനപ്പാടാണ്. അങ്ങനെ മറ്റൊരു മതത്തിലൊരു പണ്ഡിതനില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സഹീഹായ ഹദീസ്. എന്താ സഹീഹായ ഹദീസ്? സഹീഹ് അല്ലാത്ത ഹദീസ് എന്താ? അതൊക്കെ അതിന്റെ നിർവചനങ്ങളൊക്കെ ഉണ്ട്. ഒരു ഹദീസ് സഹീഹാകണമെങ്കിൽ മാനദണ്ഡം എന്താണ്? സുബ്ഹാന ജല്ല ജലാലു അങ്ങനെ വല്ല മാനദണ്ഡങ്ങളോ അങ്ങനെ വല്ല വർത്തമാനങ്ങളോ മറ്റു മതങ്ങളിലുണ്ടോ? ഹദീസ് ഉണ്ടെങ്കിലല്ലേ അത് സഹീഹും അല്ലാത്തുണ്ടാവുക. അങ്ങനൊന്നുമില്ല. അപ്പൊ നമ്മുടെ ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മഹാന്മാരായ ആളുകളോടുകൂടെ സ്വർഗത്തിൽ താമസിക്കുവാൻ വേണ്ടി സംവിധാനിച്ച് തന്നതാണ്. അത് നമ്മളൊക്കെ മനസ്സിലാക്കണം. ഇതൊന്നും ഒരു സുഖമല്ല. സ്വർഗത്തിൽ അങ്ങോട്ട് കയറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ജലദോഷവും ഇല്ല, ഒരു വയർപ്പില്ല, ഒരു വേദനയില്ല. അവിടെ വേദന ഇവിടെ വേദന, അങ്ങനെ യാതൊരു സംഗതിയും ഇല്ല. അതേപോലെ തന്നെ മൂത്രമൊഴിക്കേണ്ട ആവശ്യമില്ല, കക്കൂസ് പോകേണ്ട ആവശ്യമില്ല. സുബ്ഹാന ജല്ല ജലാലു അതൊന്നും വേണ്ട. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ സംവിധാനിച്ചിരിക്കുന്നത്. അള്ളാഹു അത് ഏതൊക്കെ കോലത്തിലാണെന്നൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പിന്നെ അതിന്റെ ഉള്ളിൽ കണ്ട് കറന്നാൽ പിന്നെ പുറത്ത് കണ്ട് പോരേണ്ട ആവശ്യം തന്നെ. പിന്നെ ഒരു കാലത്തും പോരണ്ട. അറ്റമില്ലാത്ത ജീവിതല്ലേ. എന്താണ് അതിൻ്റെ ഒക്കെ ഒരു സുഖം? അറ്റമില്ലാത്തൊരു ജീവിതല്ലേ. പിന്നീട് പോരേണ്ട ആവശ്യമില്ലല്ലോ. സ്വർഗത്ത് കടന്നാളൊന്നും പിന്നെ പുറത്തേക്ക് വരില്ല. അപ്പൊ അത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് മാത്രം അല്ലാഹു സുബ്ഹാനഹു തആല വെച്ചതാണ്. മുഅ്മിനീങ്ങളായ ആൾക്കാര് ചിലപ്പോ നരകത്ത് പോവും. അവർ ചെയ്ത തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ, ഇതിന്റെ തോതനുസരിച്ചൊക്കെ ഒരു നരകത്ത് പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നേരത്തെ ഇപ്പോ റാസിമാവിനൊക്കെ പറ്റി പറഞ്ഞ മാതിരി എന്താ നമ്മൾ കാട്ടുക? നമുക്കൊരു നിവൃത്തിയില്ല. അള്ളാഹിന്റെ മഹദായ ഫദ്ല് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്താന്നല്ലാതെ നമ്മൾ ചെയ്യുന്ന അമലുകളെ കൊണ്ടൊക്കെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇബ്നു ഉമർ റളിയല്ലാഹു തആലയുടെ വാക്കെന്താ? ഒരു നിസ്കാരം സ്വീകരിച്ചിട്ടിയാൽ മതിയായിരുന്നു, ഒരു നിസ്കാരം സ്വീകരിച്ച് കിട്ടിയാൽ മതിയായിരുന്നു, എന്നാൽ തന്നെ കഴിച്ചിലായിരുന്നു എന്ന് ഓലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇപ്പൊ നമ്മളൊക്കെ കഥ? അപ്പൊ ആ ഒരു പേടി നമുക്ക് വേണം. നമ്മൾ എന്തെങ്കിലും ചെയ്ത നന്മകള്, എന്തെങ്കിലും ചെയ്ത നല്ല കാര്യങ്ങളെ കൊണ്ടൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തിയേക്കാം. നമുക്ക് പറയാൻ കഴിയൂല. അള്ളാഹു ഗഫൂറാണ്, റഹീമാണ്. നമുക്ക് പേടി വേണം ഇതിലൊക്കെ. പടച്ചോന് എന്താ നമ്മളെ കൊണ്ട് കാട്ടുക, എന്തായിരിക്കും ഇപ്പൊ നമ്മളെ അവസ്ഥ എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു പേടി നമുക്ക് എപ്പോഴും വേണം. ഇങ്ങനെ പേടിയില്ലാതെ, ഒരു നിയന്ത്രണമില്ലാതെ, ബെല്ലും ബ്രേക്കും ഇല്ലാതെ എന്ന് പഴയ കാലത്ത് പറയാറുണ്ട്. അങ്ങനെ ജീവിച്ചുകൂടാ. അങ്ങനെ ജീവിക്കാൻ മക്കളെ അനുവദിച്ചുകൂടാ. മക്കളെ നമുക്ക് വേണ്ടി ദ്വാരക്കേണ്ടതും നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടവരാണ് ഈ മക്കളും പേരക്കുട്ടികളൊക്കെ. അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കൊണ്ട് ആവണം, നമ്മളെ കൊണ്ട് കഴിയണം. ആ കുട്ടികളും യാസീൻ ഓതി, ഖുർആൻ ഓതി. ഞാൻ നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ലേ പലപ്പോഴും, ഞാൻ കുട്ടികളോട്, കുട്ടികളോട് പോലെ ക്ലാസ് തുടങ്ങിയിട്ടില്ല എന്നല്ല, ക്ലാസ്സിനെ പറ്റി ചിന്തിക്കാൻ വരെ എനിക്ക് നേരം കിട്ടിയിട്ടില്ല. തുടങ്ങലല്ല എന്നിട്ടല്ലേ.
അതിനെപ്പറ്റി ആലോചിക്കാൻ വരെ സമയം കിട്ടിയിട്ടില്ല. അത്രക്കും സമയമില്ലാതെ കിടന്ന് ഇടങ്ങേറാവാണ്. ചില്ലറ ഇടങ്ങാറല്ല പ്രാവശ്യം ദർസ് തുടങ്ങിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ പല വിഷയങ്ങളുമായി ബന്ധപ്പെടേണ്ടി വരികയാണ്. അങ്ങനെ ബന്ധപ്പെടുമ്പോൾ പലതും സമയമില്ലാതെ പോവാണ്. അപ്പൊ ആ കുട്ടികളോട് ഞാൻ ചോദിക്കുമ്പോൾ ഒരൊറ്റ കുട്ടി ഖുർആൻ ഓതിയിട്ടുണ്ടാവില്ല, രാവിലെ ഓതിയിട്ടുണ്ടാവില്ല, ഇശാമാരിബിന്റെ ഇടയിൽ ഓതിയിട്ടുണ്ടാവില്ല. അത് ക്ലാസ്സിന് വരുന്ന കുട്ടികൾ, ഒരു 100 കുട്ടികളിൽ ഒരു 5-6% ക്ലാസ്സിന് വരണുള്ളൂ. അപ്പൊ ഐറ്റിങ്ങൾ ഞാൻ അവരോട് പറയും, മേലെ പറമ്പിലെ ഏറ്റവും നല്ല ഐറ്റിങ്ങളാണ് നിങ്ങൾ, അങ്ങനെ തന്നെ പറയാം. മേലെ പറമ്പിലെ നല്ല ഐറ്റിങ്ങളാണ് നിങ്ങളൊക്കെ അതന്നെ ഇപ്പതാണ്. നിങ്ങൾ ഖുർആൻ ഓതുന്നില്ല, നിങ്ങൾ നേരത്തെ നിസ്കരിക്കണില്ല. പലരും സുബഹി ഖളായിട്ട് നിസ്കരിക്കണം. ആ വരുന്ന കുട്ടികള് പലരും അങ്ങനെ തന്നെ സുബഹി ഖളായിട്ട് നിസ്കരിക്കണം. അപ്പോ ക്ലാസ്സിന് വിളിച്ചാൽ ക്ലാസ്സിന് വരികയും അത് കേൾക്കുകയൊക്കെ ചെയ്യുന്ന നിങ്ങളെ അവസ്ഥ ഇപ്പൊ ഇതാണെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മളെ നാട്ടിലെ കുട്ടികളുടെ അവസ്ഥ ഇതാണ്. അവർ ഖുർആൻ ഒറ്റൊന്നും റമദാനിക്ക് വരെ ഖുർആൻ ഓതാൻ എവിടേക്കാണ് ഇതൊക്കെ പോണത്? എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അപ്പോ ജല്ല ജലാലുവായ അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് എടുത്തു കളഞ്ഞാൽ നമ്മൾ കുടുങ്ങിപ്പോവും. അള്ളാഹു ബർക്കത്ത് എടുത്തു കളഞ്ഞതിന്റെ ലക്ഷണങ്ങളാണ് കാണുന്നത്. എന്തോ ഒരു സങ്കടകരമാണ്. മദ്രസ വിട്ടിട്ട് കുട്ടി കളിക്കാൻ പോയിട്ട് ചക്ക കുട്ടീന്റെ തലക്ക് വീഴ. ചക്ക ഇന്നൊന്നും ഇവിടെ ഉണ്ടായതാണോ? ഇന്നൊന്നിലുള്ള ചക്ക വീഴലൊക്കെ സാധാരണല്ലേ, പതിവല്ലേ? അത് വീഴലും എടുത്തിട്ട് കുഴിച്ചിടലൊക്കെ നമുക്ക് എല്ലാവർക്കും നിശ്ചയമല്ലേ. അപ്പൊ അള്ളാഹുക്ക് ഒരു ഹിഫ്ള്, ഒരു സംരക്ഷണം നമുക്കൊക്കെ നൽകിയിരുന്നു. ആ സംരക്ഷണങ്ങളൊക്കെ ഇങ്ങനെ പോയി നല്ല സുഖവും ആഡംബരങ്ങളൊക്കെ ഉള്ളതിന്റെ ഇടയിൽ ആ സുഖവും ആഡംബരങ്ങളൊക്കെ നശിപ്പിക്കുന്ന ഒരു ദുഃഖം വരികയാണ്. അതൊക്കെയാണ് നശിച്ചു പോവുക. ഒറ്റ സെക്കൻഡ് കൊണ്ട് അതൊക്കെയാണ് നശിച്ചു പോവുക. ആ രൂപത്തിലുള്ളതൊക്കെയാണ് കാണുന്നതും കേൾക്കുന്നതും. അതുകൊണ്ട് ഞാൻ പറയാണ്, മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ പുറത്ത് വെച്ചിട്ട് പടച്ചു, സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. എന്നിട്ട് സ്വർഗത്തിൽ വെച്ചിട്ടാണ് ഹവ്വാ ബീവിനെ അള്ളാഹു സൃഷ്ടിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇന്നെന്ത് മനസ്സിലായി? ഈ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകുന്ന മനുഷ്യനിക്ക് ജീവിക്കണമെങ്കിൽ ഒരു എണ വേണം. എണഞ്ഞാതെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ കഴിയില്ല. ആണിന് പെണ്ണും പെണ്ണിനക്ക് ആണും വേണം. അങ്ങനെ എണയും തുണയുമായി ജീവിച്ചു. അവിടെ ഒരു ചരിത്രം കാണുന്നുണ്ട്, ഖുർആനിലൊന്നും കാണുന്നില്ല, ചരിത്രം കാണുന്നുണ്ട്. ആദം നബി ഒന്ന് ഉറങ്ങിയപ്പോ അവിടുത്തെ ഇടത്തെ വാരിയല് ഒരു വാരിയലിന് കുറവുണ്ടാവും നമുക്ക്. അങ്ങനെ ഡോക്ടർമാരെല്ലാരും പറയുന്നു, ഇടത് ഭാഗത്ത് നമുക്കൊരു വാരിയലിന് കുറവുണ്ടാവും. അപ്പൊ ആ ഇടത്തെ വാരിയിൽ നിന്നിട്ടാണ് ഹവ്വാ ബീവിനെ അള്ളാഹു സൃഷ്ടിച്ചതിന് കാരണം പറയുന്നുണ്ട്. അങ്ങനെ സൃഷ്ടിച്ചത് ഈ പെണ്ണിനോട് ആണിന് സ്നേഹം ഉണ്ടാകാനും കെറുപ്പുണ്ടാവാനാണ്. ഈ പെണ്ണിനോട് അത് പെണ്ണെട്ടിയ ആൾക്കാർക്കൊക്കെ തീരും. നല്ല സ്നേഹവും ആദരവും ബഹുമാനമൊക്കെ തുടക്കത്തിലൊക്കെ ഉണ്ടാകും. പിന്നീട് ഒരു പെണ്ണിനോട് ദേഷ്യം പിടിച്ചാൽ ഉണ്ടാകുന്ന വെറുപ്പ്, ഒരു പെണ്ണിനോടെങ്ങാനും ദേഷ്യം പിടിച്ചാൽ, സ്വന്തം ഭാര്യനോടെങ്ങാനും ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വെറുപ്പ്, ആ വെറുപ്പ് എത്രയായിരിക്കും? 5-6 കുട്ടികളൊക്കെ പെറ്റ പെണ്ണാണെങ്കിലും കൂടി ഒരൊറ്റ വെറുപ്പിന്റെ അവസരത്തിൽ പറഞ്ഞ വാക്കെന്തേക്കാരം? എന്തായിരിക്കും പറഞ്ഞ വാക്ക്? 3 തലാഖൊക്കെ കണ്ടിട്ട് എല്ലാരും എങ്ങനെ തോന്നുക? 3 തലാഖ്. ഇവിടെ എന്നോടൊരാൾ പറഞ്ഞു, ഇവിടെ ഒരാളുണ്ടായിരുന്നു, അയാൾ പെണ്ണിനെ തച്ചിട്ട് ആ പെണ്ണ് പായുത്ര, എന്നിട്ട് അടുത്ത പെരയിലൊക്കെ പോയി കുത്തിരിക്കുന്നത് അങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ അത്ഭുതപ്പെടും, എങ്ങനെയാണ് ഇത് കഴിയണത്? എങ്ങനെ ഈ മനസ്സ് വരുന്നത്? ചായയും ചോറൊക്കെ ഉണ്ടാക്കി കൊടുത്ത്, കുപ്പായൊക്കെ അലക്കി കൊടുത്ത്, ഇസ്തിരിട്ട് കൊടുത്ത്, ഈ കുട്ടികളൊക്കെ പെറ്റ് വളർത്തി, ഐറ്റങ്ങളൊക്കെ പോറ്റി വളർത്തിയ ഒരാളെ അടിക്കാൻ എങ്ങനെ കഴിയണത്? ഞാൻ അത്ഭുതപ്പെട്ടു പോവാണ്. അതൊക്കെ പിശാചിന്റെ ഓരോ കാട്ടിക്കുട്ടലുകളാണ്. അപ്പൊ അവരോട് വെറുപ്പ് തോന്നിയാൽ, ആ വെറുപ്പ് തോന്നിയാലുള്ളതൊക്കെ പെണ്ണെട്ടിയ ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പൊ പറഞ്ഞു വരുന്നത്, ഈ സ്ത്രീയോട് ഒരു സ്നേഹവും അനുകമ്പയും പെണ്ണ് വർഗത്തിനോട് ആണിന് ഉണ്ടാകാൻ വേണ്ടിയാണ് അള്ളാഹു അങ്ങനെ ചെയ്തത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അല്ലെങ്കിൽ ആണിൽ നിന്ന് തന്നെ, അത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളെ ഇണകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയെന്നുള്ളതിലാണ് പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളത്. നിങ്ങളിൽ നിന്ന് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇണകളെ സൃഷ്ടിച്ചു എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദം നബിയിൽ നിന്ന് തന്നെയാണ് ഹവ്വാ ബീവിനെ സൃഷ്ടിച്ചത്. അങ്ങനെ സൃഷ്ടിച്ച് ആദം നബി ഉറക്കൊണ്ട് ഉണർന്നപ്പോ, ചരിത്രത്തിൽ കാണാം, ഉറക്കൊണ്ട് ഉണർന്നപ്പോ ഹവ്വാ ബീവി എടുത്തിങ്ങനെ ഇരിക്കണ്. ആരാപ്പ ഹവ്വാ ബീവിക്ക് ഹവ്വാ എന്ന് പേരിട്ടത്? ഇപ്പൊ ആരേക്കാരം പേരിട്ടിട്ടുണ്ടാവുക? പേരിടണല്ലോ. ഹവ്വാ ബീവിക്ക് ഹവ്വാ എന്നൊരു പേര് വരണല്ലോ. ആദം നബിക്ക് ആദം എന്ന് പേര് വരണല്ലോ.
അത് ഇൻഷാ അള്ളാഹ് നമുക്ക് പിന്നെ പറയാം. അപ്പൊ ഏതായിരുന്നാലും ആദ്യം നബി ഉറക്കം ഇങ്ങനെ ഉണർന്ന് നോക്കുമ്പോ അവിടെ ഹബ്ബാമബി ഇരിക്കണം. അപ്പൊ കയ്യണ്ട് നീട്ടിന്ന് പറഞ്ഞു. കയ്യണ്ട് നീട്ടി, വികാരം വന്നു കയ്യണ്ട് നീട്ടി. അപ്പൊ പറഞ്ഞു തൊടാൻ പാടില്ല, തൊടാൻ പാടില്ല, മഹ്റു കൊടുക്കണം. മഹ്റു കൊടുത്തിട്ടേ തൊടാൻ പാടുള്ളൂ. അപ്പൊ കണ്ടില്ല ആ വികാരം. ആദ്യ നബി ആദ്യമായിട്ട് കാണുകയാണ്. ഉറങ്ങണതിന് മുമ്പ് ഉണ്ടായിട്ടില്ല, ഉറങ്ങി നീച്ചപ്പോഴാണ് ഈ കാണുന്നത്. ഉറങ്ങി നീച്ചപ്പോ കണ്ടപ്പോ കൈ നീട്ടിയപ്പോ അള്ളാഹ് അറിഞ്ഞ് തൊടാൻ പാടില്ല അറിഞ്ഞു. ഇവിടെയാണ് പണ്ഡിതന്മാര് പറഞ്ഞത്, ഒരു പെണ്ണിനോട് പുരുഷനിക്ക് വികാരം വരും. ഒരാണും പെണ്ണും കൂടി ഒറ്റക്ക്, അന്യ ആണും പെണ്ണും കൂടി ഒറ്റക്ക് ഉണ്ടാകാൻ പാടില്ല. അന്യ ആണും പെണ്ണും കൂടി ഒറ്റക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇരുമ്പും കാന്തം മാതിരിയാണ്. ഇരുമ്പ് അങ്ങടെ എടുത്താലും കാതങ്ങടെ എടുത്താലും കൂടി പോകും. അത് സൂക്ഷിക്കണം. അള്ളാഹ് അങ്ങനെയാണ് നമ്മളെ പ്രകൃതിയാക്കിക്കണം. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതി. ആണിന് പെണ്ണിനോടും പെണ്ണിനക്ക് ആണിനോടും വികാരം ഉണ്ടാകുന്ന രൂപത്തിലാണ് അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. മലായിക്കത്തിന് അത് ഉണ്ടാവില്ല. മലായിക്കത്തിന് വികാരമില്ല, നമുക്ക് വികാരമുണ്ട്. ആ രൂപത്തിലാണ്. ആ വികാരം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ജീവിക്കാൻ കഴിയുന്നത്. ആണും പെണ്ണിനും കൂടി ജീവിക്കാൻ കഴിയുന്നത് കൊണ്ടിട്ടാണ്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പൊ മനുഷ്യന്മാരായ ആൾക്കാര് കൂട്ടുജീവിതം ആവശ്യമാണ്. കൂടി ജീവിക്കാതെ കഴിയില്ല. അത് ഓഫീസിൽ കൂടി ജീവിക്കേണ്ടി വരും, മദ്രസയിൽ കൂടി ജീവിക്കേണ്ടി വരും, പള്ളിയിൽ കൂടി ജീവിക്കേണ്ടി വരും, വീട്ടിൽ കൂടി ജീവിക്കേണ്ടി വരും, അയൽപക്കത്ത് കൂടി ജീവിക്കേണ്ടി വരും. ഇങ്ങനെയാണ് മനുഷ്യന്മാരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതിന് വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. അങ്ങനത്തെ കൂട്ടുജീവിതത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? സുബ്ഹാനല്ലാഹ്, അതൊക്കെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തി തരികയാണ്. ഒന്ന്, നിനക്ക് പരിചയമുള്ള ആൾക്കാരുമായിട്ട് എങ്ങനെ കൂട്ടി ജീവിക്കേണ്ടത്, നിനക്ക് പരിചയമില്ലാത്ത ആൾക്കാരായിട്ട് എങ്ങനെ കൂടി ജീവിക്കേണ്ടത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു, പരിചയം ഉള്ള ആളുകളുമായി കൂടി ജീവിക്കേണ്ട ചില വിഷയങ്ങൾ പറഞ്ഞിട്ട് ഇനി മഹാനായ ഗസാലി ഇമാം പറയാണ്, വഇദാ സഅൽത വാഹിദൻ ഹാജത്തൻ, നീ ഒരാളോട് നിന്റെ ഒരു ആവശ്യം പറഞ്ഞു, ഒരാളോട് നിന്റെ ആവശ്യം പറഞ്ഞു, എന്താവശ്യമാവട്ടെ, എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞു. ഒന്നിരിക്കലും എനിക്ക് കുറച്ച് പൈസ വേണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സൗകര്യം വേണം, അല്ലെങ്കിൽ നീ എനിക്ക് എൻ്റെ ആ പറമ്പിൽ നിന്ന് ഒരു 10 സെന്റ് എനിക്ക് തരണം, എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞു. ഫഖദാഹ, അത് നിർവഹിച്ചു കൊടുത്തു. പഴയ കാലത്തൊക്കെ പറമ്പുള്ള ആൾക്കാർ, പറമ്പില്ലാത്ത, വീട് വെക്കാൻ കഴിവില്ലാത്ത ആൾക്കാർക്ക് വീട് വെക്കാൻ സ്ഥലം കൊടുക്കും. മഹാനായ താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങൾ പാപ്പ മഹാനൗറുകൾ 100-ലധികം മഹല്ലത്തിന്റെ ഖാദിയായി കർണാടകയിൽ ചെന്ന് നോക്കണം താജുൽ ഉലമയെ പറ്റി അറിയണമെങ്കിൽ. 62 കൊല്ലം ഉള്ളാളത്ത് മഹാനൗറുകൾ ദർസ് നടത്തി. 1952 ഉള്ളാളത്തേക്ക് പോയ തങ്ങൾ പാപ്പ 2014 വഫാത്താകുന്നത് വരെ അവിടെ മുദരിസാണ്. വഫാത്താകുന്നവരെ നീണ്ട 62 കൊല്ലം അവിടെ ദർസ് നടത്തി. 72 മഹാനായ താജുൽ ഉലമ അവിടെ എന്ന് വെച്ചാൽ ഉള്ളാളത്ത് ചെന്നിട്ട് 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് സയ്യിദ് മദനി അറബി കോളേജ് ഉണ്ടാക്കുന്നത്. 20 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അതുവരെ അവിടെ പള്ളിയിലാണ് ദർസ് നടത്തിയത്. പള്ളിയിലാണ് മഹാനവർ ദർസ് നടത്തിയത്. അങ്ങനത്തെ താജുൽ ഉലമ വളരെ വിഷമിച്ചാണ് ജീവിച്ചത്. ഓതുന്ന കാലമൊക്കെ വളരെ പ്രയാസങ്ങളാണ്. നാട്ടുകാർ, ബന്ധപ്പെട്ടവരൊക്കെ സഹായിച്ചിട്ടാണ്. അങ്ങനെ തന്നെ ഉണ്ടാവുക. ഇൽമു പഠിക്കുന്ന ആളുകളെ, അത് പ്രചരിപ്പിക്കുന്ന ആളുകളെ മറ്റുള്ളവർ കണ്ടറിഞ്ഞ് സഹായിക്കും. അവരെ ഒരു എരപ്പന്മാരും നോക്കൂല. അവരിങ്ങനെ എരപ്പന്മാരായി കഴിഞ്ഞാൽ ദീന് പറയാൻ വയ്ക്കും. ദീന് മുഖത്ത് നോക്കിയിട്ട് പറയണമെങ്കിൽ, ധൈര്യമായ രൂപത്തിൽ അള്ളാഹിന്റെ ദീൻ കാര്യങ്ങൾ പറയണമെങ്കിൽ വിധേയത്തിലായിരിക്കണം. വിധേയത്തുണ്ടായി കഴിഞ്ഞാൽ പറയാൻ വയ്ക്കൂല, അത് ധൈര്യം കുറയും. അപ്പൊ അതിന് പോലെ എരപ്പന്മാരാവാതെ അവരെ കൊണ്ടിടുന്നിരുന്നു പഴയ ആൾക്കാരൊക്കെ. താജുൽ ഉലമയൊക്കെ വളരെ നല്ല നിലക്ക് തന്നെ കരുവന്തിരുത്തിക്കാരെ നോക്കിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കരുവന്തിരുത്തി ചെന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വേണ്ട മാതിരിയായി. അപ്പൊ താജുൽ ഉലമയെ നോക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. വാപ്പ നേരത്തെ മരിച്ചുപോയിട്ട് ഉമ്മയാണ് നോക്കിയത്. ആ അമ്മ നല്ലൊരു ബീവിയായിരുന്നു. ഐക്കല്ല് എഴുതിയിട്ടും മന്ത്രിച്ചു കൊടുത്തിട്ടും ഒക്കെ കിട്ടുന്ന പൈസ കൊണ്ടാണ് ഈ മക്കളൊക്കെ വളർത്തിയത്. അങ്ങനെയാണ് താജുൽ ഉലമ വളർന്നത്. ദർസ് കൂട്ടിയിട്ട് മുത്താല്യമാവുന്ന കാലത്ത് പള്ളിക്കന്ന് ഓത്ത് നിർത്തിയിട്ട് വന്നാൽ പെരണ്ടായിരുന്നില്ല. പള്ളിക്കല താമസിച്ചിരുന്നത്. എന്നിട്ട് അവിടെ ഏതെങ്കിലും വീട്ടിൽ നിന്നല്ല, അതിന് ബന്ധപ്പെട്ട വീടുകളിൽ നിന്നിട്ട് 1-2 തറവാട്ടുകാരായ ആജ്യന്മാരാണ് തങ്ങൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുക. അങ്ങനെ ജീവിച്ച തങ്ങള് മഹാനവറുകൾക്ക് 1 സെന്റ് പോലും ഉണ്ടായിരുന്നില്ല. ഒറ്റ സെന്റും ഉണ്ടായിരുന്നില്ല.
ഒരു സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സന്ദർഭത്തിൽ 15 സെന്റ് ഒരു ഉമ്മ കൊടുത്തതാണ്. അങ്ങനെയായിരുന്നു അവരൊക്കെ ചെയ്തിരുന്നത്. 15 സെന്റ് കൊടുത്തിട്ട് അവിടെയാണ് താജുൽ ഉലമ വീട് വെച്ചത്. പിന്നീട് താജുൽ ഉലമക്ക് അള്ളാഹു ഒരുപാട് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദ് ഇന്നുള്ള എല്ലാവരും ഉസ്താദല്ലേ. AP ഉസ്താദിന്റെ ഉസ്താദാണ്. അതേപോലെ തന്നെ ജിഫിരി മുത്തുകോയ തങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദാണ്. ഇവിടെയുള്ള എല്ലാ ആലിമീങ്ങളും ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദിന്റെ ശിഷ്യന്മാരുമാണ്. അങ്ങനത്തെ ഓക്കെ ഉസ്താദിനും വീട് വെക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. ഓക്കെ ഉസ്താദ് അവിടുത്തെ മക്കളൊക്കെ സലാമൂലിയെ പോലത്തെ മക്കളൊക്കെ വളർന്നതൊക്കെ വഖഫിന്റെ വീടിലാണ്. വീട് വഖഫിന്റെ വീടുണ്ടാവും. വഖഫ് പള്ളി മാത്രമല്ല, വീട് വഖഫാക്കി. അതിനാണ് ഈ വഖഫ് എന്താന്ന് വെച്ചാൽ എനിക്ക് തിരിയോ എന്താണ് വഖഫ്? അത് വഖഫിന്റെ വീടുകൾ ഇപ്പോഴും ഉണ്ട്. വഖഫിന്റെ വീടുകൾ, അതേപോലെ തന്നെ വീട്ടിൽ വഖഫ് ചെയ്യപ്പെട്ട കിതാബുകൾ, മൗഖൂഫുൻ ഫിദ്ദാർ, വീട്ടിൽ വഖഫ് ചെയ്യും. അപ്പൊ പിന്നെ ആ കിതാബ് എടുത്തിട്ട് വേറെ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനൊക്കെ ഇപ്പോഴും ഉണ്ട്. പഴയത് വഖഫ് ചെയ്ത് ആ നിലക്കാണ് പോണത്. പിന്നീട് മഹാനായ ഓക്കെ ഉസ്താദിന് ഒരു മുതലാളി 1 ഏക്കർ ഭൂമി കൊടുത്തതാണ്. 1 ഏക്കർ ഭൂമി ഓക്കെ ഉസ്താദിന് കൊടുത്തു. ആ ഏക്കറ് അത് ഓക്കെ ഉസ്താദിന്റെ രാജ്യം ഒതുക്കുങ്ങലല്ല. ഓക്കെ ഉസ്താദിന്റെ രാജ്യം കുഴിപ്പുറം. ആ കുഴിപ്പുറത്തുള്ള ഓക്കെ ഉസ്താദ് ഒതുക്കങ്ങൾക്ക് വരാൻ കാരണം ഇദ്ദേഹം 1 ഏക്കർ ഭൂമി കൊടുത്തിട്ട് അതിനാണ് ഓക്കെ ഉസ്താദ് വീടുണ്ടാക്കിയത്. ആ വീട്ടിന്റെ പരിസരത്ത് ഇപ്പൊ 2-3-4 വീടായി. ആ 1 ഏക്കർ ഭൂമിയിൽ ഉസ്താദിന്റെ 3 മക്കൾ താമസിക്കുന്നുണ്ട്, ഒരു പേരക്കുട്ടിയും താമസിക്കുന്നുണ്ട്. എന്നിട്ടും ഇതിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. കാരണം 1 ഏക്കർ ഭൂമിയല്ല, എന്നിട്ടും ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇങ്ങനെ മഹാന്മാരായ ആളുകളെ സംരക്ഷിച്ചിരുന്നു ബഹുമാനപ്പെട്ട കണ്ണീത്ത് ഉസ്താദ്. അതേപോലത്തെ ഇങ്ങനത്തെ ആളുകളൊക്കെ. കാരണം അവർക്ക് മറ്റു വിഷയങ്ങളിലേക്കൊന്നും ഏർപ്പെടാൻ കഴിയില്ല. ദീൻ പറയണമെങ്കിലും നോക്കണമെങ്കിലും ഒക്കെ ഒരുപാട് പണിയാണ്. കിതാബ് നോക്കണം, മുത്താലായ ചെയ്യണം, അത് പറഞ്ഞു കൊടുക്കണം. അപ്പൊ വേറെ ഒരു വിഷയത്തിനും ശ്രദ്ധിക്കാൻ കഴിയില്ല. അപ്പൊ ശ്രദ്ധിക്കാൻ കഴിയാത്തത് കണ്ടറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അവര് സമൂഹത്തിന് ചെയ്യുന്ന നേട്ടം, അവര് ഇൽമു പഠിച്ചെങ്കിലല്ലേ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും, ജനങ്ങളെ നേരാക്കാൻ കഴിയും. അപ്പൊ അവര് ജനങ്ങൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നു, ജനങ്ങൾ അവർക്കും ഖിദ്മത്ത് ചെയ്യുന്നു. ഈ ശൈലിയായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ ഇപ്പം മാറിപ്പോയി. ഏതായിരുന്നാലും പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് പെരുമാറേണ്ടത്. മഹാനായ ഗസാലി ഇമാം പറയുകയാണ്, നീ ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ എന്നിട്ട് അവരെ നിർവഹിച്ചു തന്നാൽ, ഇദാ സഅൽത വാഹിദൻ ഹാജതൻ, നീ ഒരാളോട് ഒരാവശ്യം ചോദിച്ചു, ഫഖളാഹ, അവർ അത് നിർവഹിച്ചു തന്നാൽ, പല ആവശ്യങ്ങളാകാം, പല രൂപത്തിലാകാം. എന്തെങ്കിലും നമുക്കൊരാവശ്യമുണ്ട്, അത് നിർവഹിച്ചു തന്നു. എനിക്കിപ്പോൾ എൻ്റെ പെരേക്ക് ഒരു വഴി വേണം, ഒരു അടി സ്ഥലം കൊണ്ടാ എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, കൊടുക്കാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ നിർവഹിച്ചു തന്നാൽ, അല്ലെങ്കിൽ എൻ്റെ പെരേക്ക് ഇപ്പോൾ എൻ്റെ ആ കൊമ്പ് എൻ്റെ പെരേക്ക് വന്നിട്ട് എനിക്ക് ശല്യമുണ്ട്, ചെന്ന് വെട്ടിക്കൊണ്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ നിർവഹിച്ചു കൊടുത്തു. എന്താവട്ടെ, ഒരാളോട് ആവശ്യപ്പെട്ടിട്ട് അയാളെ നിർവഹിച്ചു തന്നാൽ ഫഷ്കുരില്ല, അള്ളാഹ്ക്ക് നന്ദി ചെയ്യണം. അള്ളാഹ്ക്ക് നന്ദി ചെയ്യണം. വഷ്കുറുഹു, അവനക്കും നന്ദി ചെയ്യണം. ഒരാൾ എന്തെങ്കിലും നല്ലത് എനിക്ക് ചെയ്തു തന്നാൽ അള്ളാഹ്ക്കും നന്ദി ചെയ്യണം, ഓനക്കും നന്ദി ചെയ്യണം. ഓൻ ഖസ്സർ, ഇനി ഓന് വീഴ്ച വരുത്തി, ഈ പറഞ്ഞൊന്നും കേട്ടില്ല, വീഴ്ച വരുത്തി, അങ്ങനെ വീഴ്ച വരുത്തിയാൽ ഫലാ തുആതിബു, എൻ്റെ ബഹന്റെ മേലക്ക് അടുത്ത പറമ്പെന്ന്, ഞാൻ മുമ്പ് കല്യാണമൊക്കെ നടത്തിയിരുന്ന ആ പറമ്പെന്ന് ഒരു പിലാവിൻ്റെ ഇങ്ങനെ വന്നിട്ട് വാർപ്പിന്റെ മേലേക്ക് വന്നിട്ട് ആകെ ഇടങ്ങറയിക്കും. അത് ഈ ചങ്ങായിനോട് വെട്ടാൻ പറഞ്ഞ ഓനത് ഒരു അനാസ്ഥയുള്ള ആളെ, ചെയ്യാത്ത ആളൊന്നല്ല, അത് വെട്ടണില്ല. എന്നിട്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ എല്ലാം കൂടി വന്ന് സ്വീപ്പായി വളരെ ബുദ്ധിമുട്ടുണ്ട്. ഞാനാണെങ്കിൽ എപ്പോഴെങ്കിലും ചെന്നിട്ട് നമുക്ക് ഇതിന് നേരം കിട്ടും, ഒന്ന് പറയാനോ പിടിക്കാനോ ഒന്നും നമുക്കൊന്നിനും നേരം കിട്ടില്ല. കുട്ടികളൊന്ന് ഒരു 2 വർത്താനം പറയാനും കൂടി സമയം കിട്ടില്ല. ഇതിപ്പോ നമ്മളൊക്കെ അവസ്ഥ അങ്ങനെയാണ്. അപ്പൊ അത് സഹിക്കന്നെ, വേറെന്തപ്പ കാട്ടുക, കുറെ അങ്ങനെ സഹിക്കേണ്ടി വരും, ധാരാളം വിഷയങ്ങൾ അങ്ങനെ സഹിക്കേണ്ടി വരും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ ചെന്നിട്ട് എൻ്റെ മോനോട് പറഞ്ഞു, മറ്റുള്ള ആളുകൾക്ക് 100 റുപ്യ ചെലവാകുമ്പോ നമുക്ക് 1000 റുപ്യ ചെലവാകുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനൊന്നും നേരമില്ല. നമുക്ക് എളുപ്പമുള്ളതോ ലാഭമുള്ളതോ മേടിക്കാനൊക്കെ നമുക്ക് എവിടെ നേരം. അപ്പൊ നമ്മളത് സഹിക്കന്നെ. 100 റുപ്യ അവർക്ക് ചെലവാകുമ്പോൾ നമുക്ക് 1000 റുപ്യ ചെലവാകും. ഇങ്ങനെയാണ് നമ്മളെ അവസ്ഥ എന്നിപ്പം കുട്ടികളോട് പറഞ്ഞു കൊടുത്തു. കുട്ടികൾ ഇങ്ങനെ വളരുമ്പോൾ അവർക്കതൊന്നും തിരിയില്ല എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ അതൊക്കെ ദുനിയാവിന്റെ അവസ്ഥ അങ്ങനൊക്കെ തന്നെയാണ് ഉസ്താദന്മാരും മറ്റൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഗസാലി ഇമാം പറയാണ്,
എന്തെങ്കിലും നീ ആവശ്യപ്പെട്ടിട്ട് അവർ അത് ചെയ്തു തരാതിരുന്നാൽ അവർ ആക്ഷേപിക്കരുത് കേട്ടോ, ആക്ഷേപിക്കരുത്. പിന്നെ ഒലാ തശുക്കുഹു, അവനെ സംശയിക്കുകയും ചെയ്യരുത്. എന്തേ പോലെ ചെയ്തു തരാതിരുന്നത്, എന്തേ പോലെ അങ്ങനെ ചെയ്തു പോലെ സംശയിക്കരുത്. ഇപ്പൊ തസീറു അദാവത്തല്ലഹു, അപ്പോ അതൊരു ശത്രുതയായി മാറും. ശത്രുത അല്ലെങ്കിൽ തന്നെയുള്ളോ, ശത്രു അവരെങ്കിൽ തന്നെയുള്ളോ. വസ്സാലിമാവ് പറയാണ്, ഓനെ ആക്ഷേപിക്കണ്ട, അവനെ സംശയിക്കും വേണ്ട, അപ്പോ നീയും ഓന് ശത്രുതയാവും. വക്കുൻ കൽ മുഅ്മിനി യത്ലുബുൽ മആദിറ വലാ തകുൻ കൽ മുനാഫിഖി യത്ലുബുൽ ഉയൂബ. വല്ലാത്തൊരു ഉപദേശ പറഞ്ഞ്, നീ ഒരു മുഅ്മിനെ പോലെയാകണം. മുഅ്മിനായ ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു ആവശ്യം സഹോദരനോട് ചോദിച്ച് ഓനെ ചെയ്തു കൊടുക്കാതിരുന്നാൽ ആ മുഅ്മിനായ മനുഷ്യൻ പറയില്ല, അത് എന്തെങ്കിലുമൊക്കെ ഞാൻ അറിയാത്ത എന്തെങ്കിലും കാരണം ഉണ്ടാവും, നമ്മളറിയാത്ത എന്തെങ്കിലും കാരണം ഉണ്ടാവും, ഓനത് ചെയ്തു തരാത്തത്, ഓനത് സ്വീകരിക്കാത്തതിന് എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവും, ഓനക്ക് എന്തെങ്കിലും ഉതിറുണ്ടാവും, കാരണം ഉണ്ടാകും എന്നാണ് നീ കരുതേണ്ടത്. മുനാഫിക്കിനെ പോലെയാകരുത്. മുനാഫിക്ക് ഒരു മുഅ്മിനിന്റെ ന്യൂനത അന്വേഷിച്ച് നടക്കുന്ന ആളാണ്. ന്യൂനത ഇങ്ങനെ അന്വേഷിച്ച് നടന്നിട്ട് ആക്ഷേപിക്കുന്ന ആളാണ് മുനാഫിക്ക്. ഓനെ പോലെ ചെയ്യാവരുത്. ന്യൂനത അന്വേഷിച്ച് നടന്നിട്ട് ഇങ്ങനെ ചിക്കിക്കുത്തി അന്വേഷിച്ച് നടന്നിട്ട് ഇങ്ങനെ ആക്ഷേപിച്ച് നടക്കുന്ന മുനാഫിക്കിനെ പോലെയാകരുത്. മുഅ്മിനായ മനുഷ്യനെ പോലെയാകണം നീ. അവർക്ക് എന്തെങ്കിലും കാരണം ഉണ്ടാവും, നമ്മളോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും അത് ചെയ്തു തരാത്തത് എന്നാണ് മഹാനായ ഗസാലി ഇമാം പറഞ്ഞിട്ട് പറയാണ്, ഞാൻ അറിയാത്ത, ഞാൻ കാണാത്ത എന്തെങ്കിലുമൊക്കെ വിഷമം ഓനക്കുണ്ടാകും, അതുകൊണ്ടാണ് ഓനത് ചെയ്തു തരാത്തത് എന്നാണ് കരുതേണ്ടത്. ഭയങ്കര ഇടങ്ങേറുള്ള ഒരു വിഷയമാണത്. ഭയങ്കര ഇടങ്ങേറുള്ള, അത് മനസ്സിലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുനടന്നിട്ട് തക്കം കിട്ടിയാല് അന്ന് ഞാനത് ചോദിച്ചിട്ട് തന്നില്ലല്ലോ, ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട് ഇതും തരണില്ല. അവനെ മനസ്സിൽ തന്നെ വല്ല ഇതിനൊരു മറുപടി ഇൻഷാ അല്ലാഹ് എന്റെ ജീവിതത്തിൽ തന്നെ കൊടുക്കാൻ കഴിയണം. ഞാനൊരു സംഗതി ചോദിച്ചിട്ട് ഓൻ തന്നില്ല, അതുകൊണ്ട് ഓൻ എന്തെങ്കിലും എന്നോട് ചോദിച്ചിട്ട് കൊടുക്കാത്തൊരവസ്ഥ എനിക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും കൊല്ലം കഴിഞ്ഞിട്ട് അതൊന്ന് അതിനൊരു മറുപടി പറയാനും മനസ്സിൽ ഇങ്ങനെ കൊണ്ടടക്കണ സ്വഭാവമാണ് ഉണ്ടാവുക. അത് ഇബ്ലീസിന്റെ പണിയാണ്, അവിടെ ഗസാലി ഇമാം പറഞ്ഞതും അത് ഒഴിവാക്കണം. ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്തുകൂടാ. അതെന്തെങ്കിലും കാരണം ഉണ്ടാവും. വല്ലാതെ അടങ്ങറായിട്ട് ഒരു 1000 റുപ്യ കടം കൊണ്ടാറിഞ്ഞപ്പോ ഇപ്പൊ തരാനാവൂല. ഓനക്ക് എന്തെല്ലാം ഉണ്ട്, അവിടെ വരുമാനമുണ്ട്, ഇവിടെ വരുമാനമുണ്ട്, അവിടെ കെട്ടിയിട്ടുണ്ട്, മറ്റോടത്ത് കെട്ടി, ഞാൻ 1000 റുപ്യ ചോദിച്ചിട്ട് ഓൻ തന്നില്ല എന്നതാ. എന്തെങ്കിലും ഉണ്ടാവും, നമുക്കറിയില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഓരോരുത്തരോട് അടുക്കുമ്പോഴല്ലോ ഓൽക്ക് അങ്ങോട്ട് കൊടുക്കാൻ തോന്നും. എന്തെങ്കിലുമൊക്കെ വിഷയം ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ പുറമെ ഓൽക്ക് ആ വരുമാനമുണ്ട്, ഈ വരുമാനമുണ്ട് എന്നൊക്കെ നോക്കുന്നത്, ഓരോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഓരോ പ്രയാസങ്ങൾ അപ്പോഴാണ് അറിയാം. അപ്പൊ നമുക്ക് എന്തെങ്കിലും കിട്ടിയത് അങ്ങോട്ട് കൊടുക്കാൻ തോന്നും, ഓരോ വിഷമങ്ങൾ കേട്ടാൽ. അപ്പൊ അന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓരോരുത്തർക്ക് അള്ളാഹു എന്തൊക്കെ വിഷമം കൊടുത്തിട്ടുണ്ടാവും, അതൊക്കെ മറച്ചു വെച്ചിട്ട് നല്ല തുണി കുപ്പായൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുകയും. അപ്പോ ഗസാലി ഇമാം പറയാണ്, നീ അതിനൊന്നും നിൽക്കരുത്. ഒരു മുഅ്മിനായ മനുഷ്യൻ അത് ചെയ്യൂല. മുഅ്മിനായ ഒരു മനുഷ്യൻ മറ്റൊരു മുഅ്മിനെ പറ്റി നല്ലതേ വിചാരിക്കുള്ളൂ. ഓർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഓൻ ചെയ്യാത്തത് എന്നേ വിചാരിക്കാവൂ എന്ന് ഗസാലി ഇമാം പറയുന്നു. ഇൻഷാ അള്ളാഹ് ഇനിയും അത് സംബന്ധമായിട്ട് നമുക്ക് പറയാറുണ്ട്. അത് മറ്റു ക്ലാസ്സുകളിൽ പറയാം. മറ്റൊരു കാര്യം, പഴയ മുസാഹഫുകൾ വീട്ടിൽ ഉണ്ടാവും. അപ്പൊ അതെന്താ കാട്ടേണ്ടത്? അതിൽ നോക്കി ഓതാനും വയ്ക്കണില്ല, എന്ത് കാട്ടണം? പഴയ മുസാഹഫുകളെ സംബന്ധിച്ച് 3 രൂപമാണ് പറയുന്നത്. നമുക്കത് ഓതാൻ കഴിയില്ല. അത് ഓതാനൊക്കെ കഴിയുകയാണെങ്കിൽ നല്ല ചട്ടക്കെട്ടിട്ട് ഭദ്രമായി സൂക്ഷിക്കണം. നമ്മളെ പള്ളിയിൽ ഒരുപാട് മുസാഫുകൾ ആരും ഓതുന്നില്ല, അതിങ്ങനെ പൊടി പിടിച്ച് പോവാ. ഒരു ദിവസം ഒരു മുസാഫ് എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കറുപ്പ് നിറം വന്നു, ഒന്നും ചെയ്യാൻ കഴിയണില്ല. അപ്പൊ ഞാൻ അവിടുത്തെ മുക്കറിനോട് പറഞ്ഞു, ഇതൊക്കെ തട്ടി കൊട്ടിയിട്ട് ഒരു പെട്ടിയിലാക്കിയിട്ട് അതെന്തെങ്കിലും സൂക്ഷിച്ച് വെക്കണം. ആൾക്കാരും ഓതുന്നില്ല. പിന്നെ ഇതിങ്ങനെ കുറെ മുസാഫ് ഇങ്ങനെ അവിടെ ഇട്ടിട്ട് എന്താ കാര്യം? ഇവിടെ കണ്ട് അൽക്കഫിന്റെ ഏട് എന്താന്ന് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയണ്ടേ, എന്താണ് ആ സാധനം? അൽക്കഫിന്റെ ഏട് എന്ന് പറഞ്ഞത് എന്താ ഇപ്പൊ സാധനം ചോദിക്കും. നിങ്ങൾ ചോദിച്ചു നോക്കാൻ, അൽക്കഫിന്റെ ഏടിച്ച് കണ്ടുകൊണ്ടു വെച്ച് നോക്കാൻ. നിങ്ങളെ പേരക്കുട്ടിനെ വിളിച്ചിട്ട് അൽക്കഫിന്റെ ഏടിച്ച് കണ്ടുകൊണ്ടു വെച്ചോ, കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. അതൊക്കെ പഴയ കാലത്തൊക്കെ ഇഷ്ടം പോലെ അൽക്കഫും സലാത്തും എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഉണ്ടാവും, അൽക്കഫും സലാത്തും. അത് ആരാ നോക്കണം? ഞാൻ തന്നെ ഈ മേലെ പറമ്പിൽ 1-2 ആൾക്കാരെ നന്നായിട്ട് ഖുർആൻ ഓതുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ. ഒന്ന് കോലിയാട്ട് ഇങ്ങനെ മേമാച്ച്, അയാളെ പോലത്തെ ഒരു മനുഷ്യൻ ഞാൻ പിന്നെ കണ്ടിട്ടില്ല.
26-ാമത്തെ കൊല്ലാണ് ഇപ്പൊ ഞാനിവിടെ. ഇതിന്റെ ഇടയിൽ അങ്ങനെ ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ആർക്കും ഖുർആൻ ഓതാന്ന് ചെയ്യായിട്ടൊന്നുമല്ലല്ലോ. ജുമാക്ക് അദ്ദേഹം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ മുമ്പ് വരും. എന്നിട്ട് അവിടെ അങ്ങനെ ഇരുന്ന് അവിടെ മുമ്പിലിരിക്കുക. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അതാണെങ്കിൽ രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് മൂപ്പര് അതിലേക്ക് തീർത്തിട്ട് ഞങ്ങൾ കോലിയാട്ടുകൾക്ക് പോകണമൊക്കെ ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ അധ്വാനിക്കുന്ന മനുഷ്യനാണ്. ആ അധ്വാനിക്കുന്ന മനുഷ്യൻ അത് നന്നായിട്ട് ഖുർആൻ ഓതും. നല്ല അക്ഷരശുദ്ധിയാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, നല്ല അക്ഷരശുദ്ധിയോടുകൂടെ അദ്ദേഹം ഓതും. അങ്ങനെ ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യനെ ഞാൻ ഇവിടെ മേലെ വന്ന് ഞാൻ കണ്ടിട്ടില്ല. ആർക്ക് ഖുർആൻ ഓതാൻ ചെയ്യായിട്ടാ? ചില ആൾക്കാർ മുസാഫ് എടുത്ത് മറിച്ചു വെക്കണമെന്നില്ല. ഒന്ന് മറിച്ചു വെക്കണ്ടേ, എന്നാലേ ഓതാൻ കഴിയുള്ളൂ. കിട്ടണമായൊരു ഓദ്യം നോക്കണ്ടേ. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഈ മുസാഫൊക്കെ കുറെ മുസാഫ് കിട്ടിയിട്ട് എന്താ കാര്യം? മുമ്പൊരു മുസാഫ് കിട്ടാൻ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ മുസാഫ് കൊടുത്തിട്ട് തോന്നും. മുസാഫ് നമ്മളെ പെരയിൽ ഉണ്ടായിരുന്നില്ല, കാശുണ്ടായിരുന്നില്ല മേടിക്കൽ. ഇപ്പൊ ഇഷ്ടം പോലെ അല്ലേ, ഗൾഫിൽ നിന്ന് ഇങ്ങനെ ഇഷ്ടം പോലെ വരില്ലേ. എന്നിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയും കിടന്നുകാണ്ട് ഇങ്ങനെ പൊടി പിടിക്കുക. അപ്പൊ അതൊക്കെ ഭദ്രമായിട്ട് അവിടെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ആരും നോക്കണില്ല, ആരും ഓതണില്ല. അവിടെ മഹാന്മാർ പറഞ്ഞിരിക്കുന്നത് തീരെ ഉപയോഗിക്കാൻ പറ്റാത്തതാണെങ്കിൽ, ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ ചട്ടക്കെട്ടിട്ട് സൂക്ഷിച്ചു വെക്കണം. ഉപയോഗിക്കാൻ പറ്റാത്തതാണെങ്കിലോ കഴുകിക്കളയാൻ പറ്റുമെങ്കിൽ കഴുകിക്കളയാം. അതിന്റെ അക്ഷരങ്ങൾ കഴുകിക്കളയാൻ, അതിപ്പോ പറ്റൂല. പഴയ കാലത്തിലെ നിയമങ്ങൾ പറയാം. അക്ഷരങ്ങൾ കഴുകിക്കളയാൻ പറ്റുമെങ്കിൽ കഴുകിക്കളയണം. അല്ലെങ്കിൽ വെള്ളത്തിൽ കെട്ടിത്താഴ്ത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. കല്ല് കെട്ടിയിട്ട് പഴയ കാലത്ത് വലിയ വെള്ളത്തിൽ കെട്ടി, ഞങ്ങൾ കുറ്റിപ്പുറത്ത് ഭാരതപ്പുഴയിലൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി കെട്ടിത്താത്തു. അത് വലിയ ആളുള്ള സ്ഥലത്ത് കൊണ്ടിട്ട് കെട്ടിത്താത്തു. അങ്ങനെ ആകുമ്പോൾ ദ്രവിച്ചങ്ങോട്ട് പോയിക്കോളൂ, അങ്ങനെ ദ്രവിച്ചങ്ങോട്ട് പോകും. അപ്പോൾ അങ്ങനെ പറ്റുന്ന സ്ഥലം കരുവന്തിരുത്തിയിലും അങ്ങനെ പറ്റും. കാരണം കരുവന്തിരുത്തിയിൽ നല്ല പുഴ ഉണ്ട്, ആഴുള്ള ബേപ്പൂരിന്റെ കരുവന്തിരുത്തിയുടെ നല്ല ആഴുള്ള പുഴ ഉണ്ട്. അവിടെ കൊണ്ടിട്ട് എന്ത് കെട്ടിത്താത്തു. അങ്ങനെ കെട്ടിത്താത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇല്ലെങ്കിൽ കരിച്ചു കളയണം. കരിച്ചിട്ട് അതിന്റെ വെണ്ണീർ ശുദ്ധിയുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മറവ് ചെയ്യണം. കരിച്ചിട്ട് അതിന്റെ വെണ്ണീർ നല്ല ഒരു കുഴി കുഴിച്ചിട്ട് ശുദ്ധിയുള്ളതായ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അതിന് മറവ് ചെയ്യും. ഇങ്ങനെ 3 രൂപമാണ് ഉപയോഗശൂന്യമായ മുസാഫിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അക്കാര്യം അതുപോലെ തന്നെ മുസാഫിന്റെ ഇടയിലുള്ള ഏടുകൾ, ആ ഏടുകളൊക്കെ ഭദ്രമായി സൂക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ രൂപത്തിലാണ് ചെയ്യേണ്ടതെന്ന് മഹാന്മാരായ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലായി നമ്മുടെ മക്കളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് നമുക്ക് പലഹാരം ചായയും നൽകുന്നത് നമ്മുടെ PM മൊയ്തീൻകുട്ടിയാക്കാന്റെ മകൻ ബഷീറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ എല്ലാ ഏർപ്പാടിലും ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ നമ്മുടെ കോട്ട കുഞ്ഞാപ്പു ഹാജി, ഞാൻ മയ്യത്തിന്റെ കൂടെ കോട്ടയിൽ കുഞ്ഞാപ്പു ഹാജി മയ്യത്തിന്റെ കൂടെ അങ്ങനെ വരുമ്പോ എൻ്റെ അടുത്തുള്ള ഒരാളോട് ചോദിച്ചു, മൂപ്പര തറവാട് ഇപ്പം ഏതാന്ന് ചോദിച്ചു. അപ്പൊ മൂപ്പര ആ മൊബൈൽ ഇങ്ങനെ എടുത്തിട്ട് കുഞ്ഞാപ്പു ഹാജി മരിച്ച ആ മെസ്സേജ് ഉണ്ടല്ലോ, അപ്പൊ ആ മെസ്സേജ് ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, മൂപ്പര് കോട്ടയാണ് പറഞ്ഞത്. ആ കോട്ട ഏതാന്ന് വെച്ചാൽ കോട്ട വടക്കിയിലുണ്ട്, കോട്ട കോട്ടുമാലൊക്കെ എനിക്കറിയാലോ. അപ്പോ കോട്ട കോൽമാട്ടുങ്ങലാണ് എന്നോട് പറഞ്ഞു. അതാണ് ഞാൻ എന്ത് ചെയ്തത് അവിടെ പറഞ്ഞു. അപ്പൊ ഒരാളോട് ചോദിക്കല്ല, അപ്പൊ എന്താ കേട്ടോ? അപ്പൊ അയാൾക്ക് നിശ്ചയില്ലാന്ന് അറിഞ്ഞൂടെ? എന്നാ വേറെ ആളോട് ചോദിക്കല്ലോ. അത് ചോദിച്ചിട്ടേ ഞാൻ പറയുള്ളൂ. മറ്റെനിക്കറിയണ ഞാൻ അങ്ങനെ തന്നെ പറയും. അതാണ് ഇപ്പൊ അങ്ങനെ നിങ്ങളൊക്കെ കേട്ടല്ലോ, അത് ഇരിക്കുന്ന കാരണമാണ്. അപ്പൊ ഏതായിരുന്നാലും ഇവര് കുറെ സുഖമില്ലാത്തത് കൊണ്ടാണ് പിന്നെ അത്തരം വിഷയങ്ങളൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. ഞങ്ങൾ വല്ല അടുപ്പുണ്ടായിരുന്നു. നല്ലൊരു മനുഷ്യനായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ എല്ലാ നന്മകളും സ്വീകരിക്കുമാറാകട്ടെ. തിന്മകളൊക്കെ അള്ളാഹു വിട്ടുകൊടുത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗപൂങ്കാറാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്കും ഭാര്യയ്ക്കൊക്കെ അള്ളാഹു ക്ഷമ നൽകി ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ആപത്തുകളെ തൊട്ടും മുസീബത്തുകളെ തൊട്ടും അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇന്നലെ എടരിക്കോട് പുതിയ ഹൈവേയിൽ മമ്മാലിപ്പടിയിൽ ഒരു കണ്ടെയ്നർ എത്രയോ വണ്ടികൾ ഇടിച്ചിട്ട് വലിയ അപകടം നടന്നതായിട്ട് കേട്ടു. അള്ളാഹു അത്തരം അപകടത്തിൽപ്പെട്ടവർക്കൊക്കെ സമാധാനം നൽകുമാറാകട്ടെ. നമ്മളെയും മക്കളെയും നമ്മളെ മക്കളൊക്കെ ഇങ്ങനെ പാഞ്ഞു ഓടി ബൈക്കുമ്മലൊക്കെ ഭയങ്കര സ്പീഡിൽ പോണ ആൾക്കാരാണ്. അവർക്കെല്ലാവർക്കും അള്ളാഹു ഹിഫ്ളും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി.